അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വനുസല്ലി വനുസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും മരണം വരെ ജീവിതത്തിന്റെ ഓരോ രംഗത്തും സൂക്ഷ്മതയോടെ സ്വീകരിക്കണമേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. മരണപ്പെടുന്നതിന്റെ മുൻപ് നമ്മളാരും മറക്കാതെ ചെയ്തു കൊടുക്കേണ്ട, അതല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും പഠിക്കാനും പരിചയപ്പെടാനും ഉദ്ദേശിക്കുന്നത്. ജീവിച്ച് കൊതി തീരാത്തവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ടാണ് നേരം വെളുത്ത് എന്തെങ്കിലും ഒരു അസ്വസ്ഥത അനുഭവപ്പെടുമ്പോഴേക്കും എന്തോ മാരക രോഗം എന്നെ ബാധിച്ചിട്ടുണ്ട് എന്ന സങ്കടത്തോടെ വലിയ കാരണങ്ങളില്ലാത്ത, വലിയ സംഭവമല്ലാത്ത ചില രോഗങ്ങളെ കൊണ്ടുപോലും മരണത്തെ പേടിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഈ ഭൗതിക ജീവിത കാലഘട്ടത്തിനിടയിൽ, ഈ തിരക്ക് പിടിച്ച ജീവിത പ്രവർത്തനങ്ങൾക്കിടയിൽ പലപ്പോഴും നമ്മളിൽ പലരും യാത്ര പോകാറുണ്ട്. ഒരു യാത്ര പോകാൻ ഞാനും നിങ്ങളും ഉദ്ദേശിച്ചാൽ ആ ഉദ്ദേശിച്ച സമയം മുതൽ യാത്ര പുറപ്പെടുന്ന കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട ഓരോ കാര്യങ്ങളും അത് സ്വന്തം വേണ്ടപ്പെട്ട ആളുകളെ ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷമാണ് പല യാത്രകളും നമ്മൾ നടത്താറുള്ളത്. ഒരാഴ്ചയോ മാസമോ നീണ്ടു നിൽക്കുന്ന യാത്രയാണെങ്കിൽ മക്കളെയും കുടുംബത്തെയും ഭാര്യയെയും അടുത്തേക്ക് വിളിച്ച് നമ്മളിൽ പലരും ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തി കൊടുക്കാറുണ്ട്, ഇന്ന ദിവസം ഇന്ന ആള് വരും, അതല്ലെങ്കിൽ ഞാൻ സ്ഥിരമായി ചെയ്യുന്ന ചില കാര്യങ്ങൾ ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നിങ്ങളത് ചെയ്യണം,
ഞാനില്ലെങ്കിലും ഞാൻ ഇല്ലാത്തതിന്റെ ഒരു പോരായ്മ അറിയിക്കരുത് എന്നും മക്കളെയോ ഭാര്യയെയോ ഉപദേശിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ യാത്ര പുറപ്പെടാറുള്ളത്. പക്ഷേ നമ്മളുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും നമ്മളാരും ജീവിതത്തിൽ ഒരിക്കൽ പോലും തിരിച്ചു വരാത്ത ഒരു യാത്രക്കൊരുങ്ങുമ്പോൾ ആ യാത്രയ്ക്ക് ശേഷം നമ്മൾ ചെയ്യേണ്ട, ഒരുപക്ഷെ നമ്മളിൽ പലരുടെയും ഖബറിലെ ജീവിതം തീരുമാനിക്കപ്പെടുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് നമ്മളിൽ എത്ര ആളുകൾ വേണ്ടത്ര ഉപദേശങ്ങൾ കൊടുത്തിട്ടാണ് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. കാരണം നമ്മളില്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾക്കാണ് വസിയത്ത് കൊടുക്കുക, മരിക്കുന്നതിന്റെ മുൻപ് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന വാക്കിനെ കൊണ്ടുള്ള ഉദ്ദേശം. വസിയത്ത് എന്ന വിഷയത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മളിൽ പലരും ചിന്തിക്കാറുണ്ട്, അങ്ങനെ വസിയത്ത് കൊടുക്കാൻ മാത്രമൊന്നും സ്വത്തിന്റെ കയ്യിലില്ലല്ലോ. പണ്ടുകാലത്തുള്ള ആളുകളൊക്കെ വസിയത്ത് ചെയ്തു കൊടുത്ത മുതലുകളാ ഇന്ന് പല പള്ളികൾക്കും സാമ്പത്തികമായി ഭദ്രത കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ വസിയത്ത്, ഒസിയത്ത് എന്നൊക്കെ പേരിനെ കൊണ്ട് നമ്മൾ കേട്ടത് അത്രയേ ഉള്ളൂ. എന്തെങ്കിലും പണമോ സ്ഥാപനങ്ങളോ സ്ഥലങ്ങളോ ഏതെങ്കിലും ചില കാര്യങ്ങൾക്ക് വേണ്ടി വസിയത്ത് കൊടുക്കുക, ഒസിയത്ത് ചെയ്യുക എന്നേ വസിയത്ത് എന്ന വാക്കിനെ പറ്റി നമ്മൾ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ വസിയത്തിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം, മാ ഹഖ്ഖും ഇൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമിനും അവകാശമില്ല യബീതു ലൈലത്തൈനി, 2 ദിവസം കിടന്നുറങ്ങാൻ. 2 ദിവസം കിടന്നുറങ്ങാൻ ഒരു മുസ്ലിമിനും അല്ലാഹു അവകാശം കൊടുത്തിട്ടില്ല. വലഹു ശൈഉൻ യുരീദു അൻ യൂസിയ ഫീഹി ഇല്ലാ വസിയത്തുഹു മക്തൂബത്തൻ ഇൻദ റഅസിഹി, താൻ ഏൽപ്പിച്ചു കൊടുക്കേണ്ട വസിയത്ത്, താൻ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആ വസിയത്ത് എഴുതി വെച്ചിട്ടല്ലാതെ, അത് പറഞ്ഞിട്ടോ ഏൽപ്പിച്ചിട്ടോ കൊടുത്തിട്ടല്ലാതെ 2 ദിവസം കൂടുതൽ കിടന്നുറങ്ങാൻ ഒരു മനുഷ്യർക്കും അല്ലാഹു അവകാശം നൽകിയിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബാക്കളെ ഓർമ്മപ്പെടുത്തിയപ്പോ ആ പ്രവാചകൻ പഠിപ്പിച്ച വസിയത്ത് പല രൂപത്തിലും സഹാബത്ത് വ്യാഖ്യാനിച്ചു. ചിലര് വസിയത്തായി പറമ്പുകൾ കൊടുത്തു, ചിലർ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് വസിയത്തുകളായി സമ്പത്തുകൾ കൊടുത്തു. എന്നാൽ ചില വ്യക്തികൾ വസിയത്തായി കൊടുത്തത് ചില ഉപദേശ നിർദ്ദേശങ്ങളായിരുന്നു. ആ ഉപദേശ നിർദ്ദേശങ്ങളാണ് വസിയത്തായിട്ട് അവർ കണക്കാക്കിയതും. അതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തി, മാ മറത്ത് അലയ്യ ലൈലത്തുൻ, ഒരു രാത്രി പോലും ഞാൻ കഴിച്ചു കൂട്ടിയിട്ടില്ല, മുൻദു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ദാലിക ഇല്ലാ വഇൻദി വസിയത്തി, വസിയത്ത് കൊടുക്കണം, വസിയത്ത് ഏൽപ്പിക്കണം എന്ന പ്രവാചകന്റെ വാക്ക് കേട്ടതിന് ശേഷം ഒരു രാത്രി പോലും ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല ആ വസിയത്ത് ചെയ്തിട്ടല്ലാതെ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോരുത്തരിലും അള്ളാഹുവിന്റെ തിരുദൂതൻ നിർബന്ധമായും ഗൗരവത്തോടെ ചിന്തിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമായിട്ടാണ് വസിയത്തിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ വസിയത്തിനെ സമ്പത്തിനോട് മാത്രം ചേർത്ത് വെക്കണ്ട. ചില ഉപദേശങ്ങൾ വസിയത്തുകളാണ്. ഊസീക്കും ഇയ്യായ അവ്വലം ബിതഖ്വല്ലാഹ് ഇന്ന് വെള്ളിയാഴ്ചയിലെ ഖുതുബയിൽ നമ്മൾ കേൾക്കാനുള്ള കാരണം, ഊസീക്കും, നിങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുന്നു എന്ന വസിയത്ത് ഉപദേശത്തിന്റെ രൂപത്തിലും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഉപദേശങ്ങളിൽപ്പെട്ട 10 വസിയത്തുകളാണ് നമ്മൾ ഓരോരുത്തരും എത്രയും പെട്ടെന്ന് നമ്മളുടെ മക്കളെ ഏൽപ്പിക്കേണ്ടതും വേണ്ടപ്പെട്ട ആളുകൾക്ക് ഓർമ്മപ്പെടുത്തി കൊടുക്കേണ്ടതും. ആ 10 വസിയത്തുകൾ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ആ മരണം സമയത്ത് ഏത് സെക്കൻഡിൽ നമ്മളെ തേടിയെത്തുന്നോ അതിനുശേഷം ഈ ദുനിയാവിലുള്ള ഒരു കാരണങ്ങളെ കൊണ്ടും ഖബറിൽ സങ്കടങ്ങൾ അനുഭവിക്കപ്പെടാത്ത ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിപ്പെടണമെങ്കിൽ ഈ പറയപ്പെടുന്ന 10 വസിയത്തുകൾ മനസ്സിലോർത്തോ എഴുതി വെച്ചോ ഇന്ന് രാത്രിയിലധികം കഴിച്ചുകൂട്ടാൻ പാടില്ല എന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആ വസിയത്തിലെ ഒന്നാമത്തെ വസിയത്ത് അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി കൊടുത്തു, നിങ്ങൾ നിങ്ങളുടെ മക്കളോടോ കുടുംബത്തോടോ പറയണം, ഇത്തഖുല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം,
ഫസ്തംസകൂ ബിത്തൗഹീദ്, നിങ്ങളുടെ ശ്വാസം നിലയ്ക്കുന്നത് വരെ തൗഹീദിൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം. ഏതൊരു രക്ഷിതാവും ഇന്ന് കുടുംബത്തോട് പറയേണ്ട ഏറ്റവും ഗൗരവപ്പെട്ടൊരു വിഷയമാണിത്. കാരണം വേദഗ്രന്ഥത്തിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, മനുഷ്യരെ നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. നാളെ പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ മഹ്ശറയിൽ ഭാര്യയെയും മക്കളെയും കുടുംബത്തെയും രക്ഷിതാക്കളെയും ഒരേ രൂപത്തിലാണ് അല്ലാഹു തആല വിചാരണക്ക് വിളിക്കുക. ആ സമയത്ത് എനിക്ക് അല്ലാഹു നൽകുന്ന മകൻ നരകത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടാൽ അതൊരു വാപ്പാക്ക് അപമാനത്തിൽപ്പെടും. എന്റെ വീട്ടിൽ ഞാൻ ചെല്ലിനും ചെലവിനും കൊടുക്കുന്ന ഭാര്യ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു ബഹുദൈവ വിശ്വാസിയാണെങ്കിൽ പരലോകത്തല്ലാന്റെ മഹ്ശറയിൽ ഞാൻ അപമാനപ്പെടും. അതുകൊണ്ട് മക്കളെ, ഈ വാപ്പാന്റെ മരണത്തിന്റെ വസിയത്തായി എന്റെ വാപ്പാന്റെ ഒന്നാമത്തെ വസിയത്തിത, എന്റെ പൊന്നുമക്കൾ, എന്റെ കുടുംബം, എന്റെ ഭാര്യ മരണം വരെ തൗഹീദിൽ അടിയുറച്ചു നിൽക്കേണ്ടതുണ്ട്. എന്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന്റെ പ്രത്യേകത, അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ ഒരുപാട് കാരണങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന മതവിരോധികളുടെയും മതവ്യഭിചാരികളുടെയും കാലഘട്ടമാണ് കൺമുൻപിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് തെരുവിലും അള്ളാഹുവിനെ ആർക്കും ചീത്ത പറയാം. എന്തൊക്കെ ദുർബല വിശ്വാസങ്ങളും ഒരുപാട് വ്യത്യസ്ത രൂപത്തിലുള്ള വൃത്തികേടുകളും മതത്തിന്റെ പേരിൽ കയറിക്കൂടിക്കൊണ്ടിരിക്കുമ്പോ നമ്മളിൽ പലരുടെ മക്കളും ബഹുദൈവ വിശ്വാസത്തിലേക്കോ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിലേക്കോ അറിഞ്ഞോ അറിയാതെയോ മനസ്സ് പാളിയും പതറിയും പോകുമ്പോ നെഞ്ചുറപ്പുള്ള ഓരോ വാപ്പാരും മക്കളെ വിളിച്ചു പറയണം, നിങ്ങൾ എന്തൊക്കെ അമലുകൾ ചെയ്താലും പൊന്നുമോനെ പൊന്നുമോളെ, നാളെ അള്ളാന്റെ മഹ്ശറയിൽ അള്ള വിചാരണക്ക് വിളിക്കുമ്പോ അള്ളാഹുവിൽ പങ്കു ചേർത്ത് അള്ളാഹുവിന്റെ ശത്രുവിന്റെ കൂട്ടത്തിൽപ്പെടുന്ന ഒരു മകനായി, ഒരു മകളായി, ഒരു ഭാര്യയായി നിന്നെ കണ്ടുമുട്ടാൻ എനിക്ക് സാധിക്കില്ല പൊന്നുമോനെ. അതുകൊണ്ട് ഇത്തഖുല്ലാഹ്, നീ അള്ളാനെ സൂക്ഷിക്കുകയും ഫസ്തംസകൂ ബിത്തൗഹീദ്, തൗഹീദിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യണം. ഞാനൊരു മുവഹിദായതുകൊണ്ട് എന്റെ മക്കൾ മുവഹിദായിക്കൊള്ളണമെന്നില്ല. ചില വാപ്പാർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. ഞാനൊക്കെ തരക്കേടില്ലാത്ത ആദർശക്കാരനാ, മുവഹിദീങ്ങളുടെ കൂട്ടത്തിൽപ്പെടും, അവന്റെ കാര്യം ഞാൻ ചിന്തിക്കാറില്ല, എന്റെ പിന്നാലെ അവൻ വരാറില്ല. പിന്നെ അവരെന്ത് ചെയ്യുന്നു, അവൻ ആരുടെ കൂടെയാ, അവൻ മറ്റോലപ്പരാണോ ഇക്കൂട്ടരിലാണോ എന്ന് വെറും കയ്യോടെ കയ്യൊയ്യുന്ന ചില രക്ഷിതാക്കളുണ്ട്. അവരോടാണ് ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണസമയത്ത് മക്കളെ അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു, പൊന്നുമക്കളെ, എന്റെ കാലശേഷം നിങ്ങൾ ആരെയാ ആരാധിക്കുക? യാക്കൂബ് നബി ചോദിക്കുന്നത് ആരോടാ? സ്വന്തം മക്കളോട്. ആ മക്കളെ തിരിച്ചു പറഞ്ഞതെന്താ? നിങ്ങളുടെയും നിങ്ങളുടെ പൂർവ്വപിതാവ് ഇബ്രാഹിം നബിയെയും സൃഷ്ടിച്ച ലോകത്തിന്റെ ഏകനായ സൃഷ്ടാവിനെ ആ വസിയത്ത് ചോദിച്ചിട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ടു പോകുന്നത്. മഹാനായ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം മക്കളെ അടുത്തേക്ക് വിളിച്ചു ചോദിച്ചു, മകനെ അടുത്തേക്ക് വിളിച്ചോർമ്മപ്പെടുത്തി, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, എന്റെ പൊന്നുമോനെ, നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്. നിന്റെ വിശ്വാസത്തെ കളങ്കപ്പെടുത്താൻ പല രൂപത്തിലും പിശാച് കയറി വരും. മുവഹിദായ വാപ്പാന്റെ മക്കൾ ഓരോരുത്തരും മുവഹിദീങ്ങളായ മക്കളായിരിക്കണം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിന്റെ അടിമക്ക് അള്ള മതിയായവനല്ലയോ എന്ന് ഒരായത്ത് വിശ്വസിച്ചാൽ മതി മക്കളെ. അതുകൊണ്ട് വാപ്പാന്റെ ഒന്നാമത്തെ വസിയത്ത്, നിങ്ങൾ മരണം വരെ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്ന മക്കളായിരിക്കണം. മറക്കരുതൊരു വാപ്പാരും. പറയണം മക്കളോട്, അതേത് വിദ്യാഭ്യാസക്കാരനായാലും, അറബിക് കോളേജിലായാലും മറ്റേത് ഭൗതിക വിദ്യാഭ്യാസത്തിലായാലും, മരിക്കുന്ന വാപ്പാർക്കൊരു സന്തോഷം വേണം. എന്റെ മക്കളെ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്താൻ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് എന്ന സന്തോഷം, മുൻകാലഘട്ടത്തിലുള്ള പ്രവാചകന്മാർ ഏറ്റെടുത്ത സന്തോഷം. രണ്ടാമത്തെ വസിയത്ത്, മക്കളെ, എന്റെ മരണം വിധിയാണെന്ന് കരുതി സമാധാനിക്കണം. ഉസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. അലാ ഖദറുല്ലാഹ്, അള്ളാഹുവിന്റെ വിധിയിൽ, ഫീ വഫാത്തി, എന്റെ മരണമാണെങ്കിലും അള്ളാഹുവിന്റെ വിധി എന്താണോ അതിൽ ഉറച്ചു നിന്ന് ക്ഷമയോടെ അതിനെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇത് പറയാനുള്ള കാരണം എന്താ? ഇന്ന് മരിക്കുന്നതോടുകൂടി പലരും മാനസിക നിലതെറ്റുന്ന ഒരു സങ്കടകരമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടാറുണ്ട്. മാറത്തടിച്ച് കരയുന്നവരും വെപ്രാളപ്പെടുന്നവരും 3 അല്ല 30 ദിവസം കഴിഞ്ഞിട്ടും ആലോചിച്ച് നെടുവീർപ്പിട്ട് വല്ലാത്തൊരു അരക്ഷിതാവസ്ഥകളിലേക്ക്
പല കുടുംബത്തിലെ വ്യക്തികളും എത്തിപ്പെടാറുണ്ട്. ഭാര്യ മരിച്ചാൽ ഭർത്താവ് ഒരു തരം ഒറ്റപ്പെടൽ, ഒരു തരം അരക്ഷിതാവസ്ഥ. ഭാര്യ പോയി, അള്ളാഹുവിന്റെ വിളിക്കവൾ ഉത്തരം നൽകി, അവൾക്കല്ല അത്രയേ തീരുമാനിച്ചിട്ടുള്ളൂ. ഇനി ഭർത്താവാണെങ്കിൽ പോലും, ഞാനാണെങ്കിൽ പോലും, ലോകത്തൊരാളുടെ മരണം കൊണ്ടും മറ്റൊരാളെ അള്ളാഹു ദുരിതപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്റെ മരണം കൊണ്ട് എന്റെ കുടുംബം കണ്ണുനീരിലാവും എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാനെങ്കിൽ ഞാനൊരു വിശ്വാസിയല്ല. അങ്ങനെ വിശ്വസിക്കരുത് ഒരാളും. ഒരു മരണം കൊണ്ടും മറ്റൊരാളെയും അള്ളാഹു പ്രയാസപ്പെടുത്തില്ല. അതുകൊണ്ട് മക്കളെ, വാപ്പയോ ഉമ്മയോ മരിച്ചാൽ മാറത്തടിച്ച് കരയരുത്, സങ്കടപ്പെട്ട് അലറിക്കരയരുത്. അത് സങ്കടകരമായി മാസങ്ങളോളം മനസ്സിൽ കൊണ്ട് നടന്ന് നിങ്ങൾ ആ അള്ളാഹുവിനെ മറക്കാനോ ആ രൂപത്തിൽ സങ്കടം പ്രകടിപ്പിക്കാനോ പാടില്ല. കോലാഹലമുണ്ടാക്കാതെ എന്റെ മരണം വിധിയാണെന്ന് കരുതി നിങ്ങൾ സമാധാനിക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹുവിന്റെ തിരുദൂതന്റെ കാലഘട്ടത്തിൽ ലോകത്തിന്റെ പ്രവാചകൻ ഒരു യാത്രക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ഖബറിന്റെ അരികിൽ നിന്ന് നെഞ്ചുരുകിക്കറിയുന്ന ഒരു സ്ത്രീയെ കണ്ടു. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീയോട് ഓർമ്മപ്പെടുത്തി, ഉസ്ബിർ, നീ ക്ഷമിക്കണം പെണ്ണെ, അള്ളാഹുവിന്റെ വിധിയിൽ നീ ക്ഷമിക്കണം. ഇത് പ്രവാചകനാണെന്ന് തിരിച്ചറിയാത്ത പെണ്ണ് അള്ളാഹുവിന്റെ റസൂലുള്ളാഹിനോട് തട്ടിക്കയറി, പോ മനുഷ്യ, നിങ്ങളെ പാട്ടിന്, മരിച്ചത് എന്റെ മകനല്ലേ, മരിച്ചത് എന്റെ ഭർത്താവല്ലേ, നിങ്ങൾക്കത് പറയാം, വയല് പറയുന്നവർക്ക് എന്തും പറയാലോ, ഉപദേശിക്കുന്നവർക്ക് എന്തും ഉപദേശിക്കാലോ, സങ്കടത്തിനെ ലഘൂകരിക്കുന്നവർക്ക് എന്തും പറയാലോ, പറ്റിയത് ഞങ്ങൾക്കല്ലേ, നഷ്ടപ്പെട്ടത് എനിക്കല്ലേ, പോയത് എന്റെ മകനല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന വ്യക്തികളുണ്ട്. അതേ വർത്തമാനം ആ സ്ത്രീയും പ്രവാചകനോട് തിരിച്ചു പറഞ്ഞു. അള്ളാഹുവിന്റെ തിരുദൂതൻ പുഞ്ചിരിയോടെ തിരിച്ചു നടന്നു. പിന്നീട് പല ആളുകളിൽ നിന്നും ഞാൻ ആ സംസാരിച്ചത് റസൂലുള്ളാഹിനോടാണ് എന്ന് തിരിച്ചറിഞ്ഞ പെണ്ണ് റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വരികയും, പൊറുക്കണേ പ്രവാചകരെ, സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാ എന്നോർമ്മപ്പെടുത്തിയപ്പോ തിരുദൂതൻ തിരിച്ചു പറഞ്ഞ മറുപടി, ഇന്നമസ്സബറു ഇൻദ സദമത്തിൽ ഊല, ക്ഷമ വേണ്ടത് ആദ്യഘട്ടത്തിൽ തന്നെയാ. സങ്കടം ആർക്കും വരാം. ബാപ്പ മരിച്ചാലും ഉമ്മ മരിച്ചാലും മക്കൾ മരിച്ചാലും കുടുംബത്തിൽ ആര് നഷ്ടപ്പെട്ടാലും സങ്കടം ആർക്കും ഉണ്ടാകാം. പക്ഷേ അത് വർഷങ്ങളോളം കൊണ്ടു നടക്കാനും അതിന്റെ പേരിൽ ഒറ്റപ്പെടാനും വീട്ടിന്റെ അകത്ത് ചടഞ്ഞുകൂടിയിരിക്കാനും ഒരാളോടും അള്ളാഹുവിന്റെ പ്രവാചകൻ അനുവാദം നൽകിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ സ്വന്തം മകള് സൈനബ റളിയല്ലാഹു അൻഹാക്ക് അള്ള കൊടുത്ത കുഞ്ഞിന് ശ്വാസം മുട്ടലും വെപ്രാളവും കാണിക്കാൻ തുടങ്ങി. സൈനബ റളിയല്ലാഹു അൻഹ ആ മകനെ പ്രവാചകന്റെ അടുത്തേക്ക് ആളെ അയച്ചു ഓർമ്മപ്പെടുത്തി, വാപ്പ, നിങ്ങളൊന്ന് എന്റെ അടുത്തേക്ക് വരണം, എന്റെ കുഞ്ഞിന് തീരെ സുഖമില്ല, അവന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ പിതാവിന്റെ മറുപടി പറഞ്ഞ ആളോട് ഓർമ്മപ്പെടുത്തി, നിങ്ങൾ സൈനബയോട് പറയുക, അവൾക്കും മകനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന്. വീണ്ടും ആ കുഞ്ഞിന് രോഗം കഠിനമായി. വീണ്ടും ആളുകൾ പറഞ്ഞയച്ചപ്പോ തിരുദൂതൻ ആ കുഞ്ഞിനെ കാണാൻ ചെന്നു. തന്റെ മടിയിലേക്ക് കിടത്ത് വെപ്രാളപ്പെട്ട് സങ്കടപ്പെടുന്ന ആ കുഞ്ഞിനെ കണ്ടപ്പോ, ആ സങ്കടത്തിന്റെ സമയത്ത് ആ മടിയിൽ കിടന്ന് കുഞ്ഞ് മരണപ്പെട്ടു പോയപ്പോ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിക്കാൻ തുടങ്ങി. കണ്ടു നിൽക്കുന്ന സഹാബാക്കൾ ചോദിച്ചു, മഹാദായ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങളല്ലേ മരിച്ചാ കരയരുത് എന്നൊക്കെ പറഞ്ഞത്, ക്ഷമിക്കണം എന്നൊക്കെ, എന്നിട്ട് എന്തിനാ തിരുദൂതരെ താങ്കൾ കരയുന്നത്? റസൂലുള്ളാഹിന്റെ മറുപടി, ഹാദിഹി റഹ്മത്തുൻ ജഅലഹ അല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി, ഇത് കാരുണ്യമാണ്. എന്റെ കുഞ്ഞിനോട്, എന്റെ മകളുടെ കുഞ്ഞിനോട് ഞാൻ പ്രകടിപ്പിക്കുന്ന കാരുണ്യം, ഓരോ അടിമകളുടെ മനസ്സിലും അള്ളാഹു ഇട്ടുകൊടുക്കുന്ന കാരുണ്യമാണിത് എന്ന് പറഞ്ഞോർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ രൂപത്തിൽ അല്പം സങ്കടം സംഭവിച്ചു പോയി എന്നതല്ല കുറ്റം. അല്ലാതെ മക്കളെ, എന്റെ മരണത്തിന്റെ പേരിൽ അതൊരു വലിയ ദുരന്തമായി കാണാനും മാറത്തടിച്ച് കരഞ്ഞ് കോലാഹലമുണ്ടാക്കാനും ഒരുപാട് കാലം അതിന്റെ സങ്കടവുമായി കൊണ്ടു നടക്കാനും നിങ്ങൾ തയ്യാറാവല്ലേ? ഉസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. എന്റെ മരണം അള്ളാന്റെ വിധിയാണെന്ന് കരുതി നിങ്ങൾക്ക് സമാധാനിക്കാൻ സാധിക്കണം. മൂന്നാമത്തെ വസിയത്ത്, മക്കളെ, മരണസമയത്ത് അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ഓർമ്മ നിങ്ങൾ എനിക്കുണ്ടാക്കി തരണം. മരണപ്പെടുന്ന സെക്കൻഡിൽ എന്റെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയാകാൻ എന്റെ പൊന്നുമക്കളെ നിങ്ങൾ എന്നെ ഉപദേശിക്കണം, എനിക്കോർമ്മപ്പെടുത്തി തരണം. കാരണം വഅൻ യുലഖിനൂനി ഖൗലുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൽഖീൻ എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം നിങ്ങൾ എനിക്ക് ഓർമ്മപ്പെടുത്തി തരണം. ജീവിച്ച കാലങ്ങൾ അത്രയും അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചവനാണ് ഞാൻ. ആ റബ്ബിൽ ഉറച്ചു നിന്ന വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് മക്കളെ, രോഗത്തിന്റെ കാഠിന്യം കൊണ്ടോ സങ്കടം കൊണ്ടോ എനിക്ക് വെപ്രാളം തോന്നുന്ന സമയത്ത്
ഞാനെങ്ങാനും അത് പറയാനും ഓർക്കാനും എനിക്കും സാധിച്ചിട്ടില്ലെങ്കിൽ എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ എനിക്കത് ഓർമ്മപ്പെടുത്തി തരണം. വാപ്പ അത് വിശ്വസിക്കുകയും അത് വിചാരിക്കുകയും അങ്ങനെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വാപ്പാരാണെങ്കിൽ അല്ലാത്തൊരു വാപ്പാർക്കും അത് പറയാൻ അവകാശം കിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതൻ സ്വന്തം എളാപ്പയോട്, പിതൃവ്യനോട്, ഖുൽ യാ അമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലയോ എളാപ്പ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം എന്നോർമ്മപ്പെടുത്തിയപ്പോ അബൂ ത്വാലിബിന് അത് പറയാൻ കിട്ടാതിരിക്കാനുള്ള കാരണം ജീവിച്ച കാലങ്ങൾ അത്രയും ബഹുദൈവ വിശ്വാസിയായതുകൊണ്ട്. എന്നാൽ മക്കളെ, വാപ്പ മുവഹിദ ആയ കാലങ്ങൾ അത്രയും റബ്ബിനെ മാത്രം സ്നേഹിച്ചവനാ, ആ റബ്ബിൽ തൃപ്തിപ്പെട്ടവനാ. അതുകൊണ്ട് വാപ്പാക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തരണം. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, മൻ കാന ആഖിറു കലാമിഹി, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ ദഖലൽ ജന്ന, അവൻ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കും. അതുകൊണ്ട് പൊന്നുമക്കളെ, എനിക്ക് നിങ്ങൾ അള്ളാഹുവിനെ പറ്റി ഓർമ്മയുണ്ടാക്കി തരണം. ഈ പറഞ്ഞതിന് പല രൂപത്തിലും വ്യക്തികൾ വ്യാഖ്യാനിക്കാറുണ്ട്. മരിക്കാൻ കിടക്കുന്ന വാപ്പ സ്ഥിരമായിട്ട് ഖുർആനോത്ത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് ഖുർആൻ ഓതിക്കൊടുക്കാം. മരിച്ചടത്തോടാനല്ല ഖുർആൻ. മരിച്ച വാപ്പാക്കത് കേൾക്കാൻ സാധിക്കില്ല. ഖുർആനിനെ കുറിച്ച് വേദഗ്രന്ഥം ഓർമ്മപ്പെടുത്തിയതും ലിതുൻദിറ മൻ കാന ഹയ്യ എന്നാണെങ്കിൽ ആ വാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് മരിക്കാൻ ഇഷ്ടപ്പെടുന്ന പിതാവാണെങ്കിൽ ആ പിതാവിന്റെ അരികിൽ മക്കൾക്കുള്ള ബാധ്യതയാ അള്ളാഹുവിനെ പറ്റി ഓർമ്മകൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്റെ പൊന്നുമക്കളോട്, രക്ഷിതാക്കളോട് ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. ചിലർ ആശുപത്രിയിലേക്ക് ചെല്ലുന്നതും മരിച്ചവരുടെ അടുത്തേക്ക് പോകുന്നതും ഒരു ബാധ്യത നിർവഹിക്കാൻ വേണ്ടിയിട്ട. സൂക്കേടായി കിടക്കുമ്പോ ഒന്ന് ചെന്ന് കണ്ടിട്ടില്ലെങ്കിൽ മോശമാ. ആ ഒരു കാരണം കൊണ്ടാ ചിലര് സന്ദർശിക്കാറുള്ളത്. ചില കുടുംബങ്ങളാവട്ടെ ആശുപത്രിയിലേക്ക് പോകുന്നത് പോലും ഒരു രസകരമായ ഒരു ഔട്ട് ഫാഷൻ, അതല്ലെങ്കിൽ ഒരു ടൂർ എന്ന രൂപത്തിൽ പോലും ആഘോഷിച്ചറുമാദിച്ച് രോഗിയായി കിടക്കുന്ന വാപ്പാനെ പോലും ഓർമ്മയില്ലാതെ ആഹ്ലാദിക്കുന്ന ചില കുടുംബങ്ങളെയും ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വാപ്പ എവിടെയോ ശ്വാസം മുട്ടി കിടക്കുമ്പോ പുറത്താഘോഷിച്ച് ബന്ധങ്ങൾ ചേർത്ത് ആ കരാന്തകളിലൂടെ സന്തോഷിച്ച് നടക്കുകയും മണിക്കൂറുകളോളം മൊബൈലിൽ കളിച്ച് വാപ്പാന്റെ ശ്വാസത്തിന്റെ ഗതി പോലും തിരിച്ചറിയാൻ പറ്റാതെ അവസാന ശ്വാസത്തിൽ മക്കളെ ഒന്ന് കാണാനുള്ള പൂതി വെച്ച് നെഞ്ചുരുകി മരിക്കുന്ന പല രക്ഷിതാക്കളുടെ ദുരന്തങ്ങളും കൺമുൻപിൽ കാണുന്നുണ്ടെങ്കിൽ ആ രക്ഷിതാക്കളുടെ അടുത്തുണ്ടാവണം മക്കൾ. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം നമ്മൾ ഓരോരുത്തരും. മരിക്കുന്ന വാപ്പാന്റെ അരികിൽ, അതല്ലെങ്കിൽ ഉമ്മാന്റെ അരികിൽ അങ്ങൾക്ക് സന്ദർഭം സാഹചര്യം ഒരുക്കണേ എന്ന രൂപത്തിൽ ആഗ്രഹിക്കുന്ന മക്കളായിരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ മരിച്ച വാപ്പാന്റെ മയ്യത്ത് നമസ്കരിക്കാൻ പോലും ഒരു മക്കളെ കിട്ടാത്ത ഗതികേടിലേക്ക്, പഠിച്ച് ഉദ്യോഗം നേടിക്കൊടുത്ത് വിദേശത്തേക്ക് പറഞ്ഞയച്ച് നാട്ടിലുള്ള ഏത് പരിപാടിക്കും, കുടുംബത്തിലെ കല്യാണങ്ങൾക്കും ഭാര്യ വീട്ടിലെ സൽക്കാരങ്ങൾക്കും ലീവുണ്ടാക്കി വരുന്ന മക്കൾ പോലും മരിച്ച വാപ്പാന്റെ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കാൻ ലീവ് കിട്ടാത്ത കാരണം പറഞ്ഞ് ഇല്ലാതാക്കുന്ന, വരാതിരിക്കുന്ന ഒരു ദുരന്തം കൺമുൻപിൽ കാണുമ്പോ പറയണം ഓരോ രക്ഷിതാക്കളും മക്കളോട്, മക്കളെ എനിക്ക് വേണ്ടി, എന്റെ തൽക്കീനിന് വേണ്ടി, എന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന ഒരു ചുറ്റുപാടിൽ നിങ്ങൾ എന്റെ അരികിലുണ്ടാവണം. എന്റെ അരികിൽ നിങ്ങൾ അത് ഓർമ്മപ്പെടുത്താനുണ്ടാവണം. നാലാമത്തെ വസിയത്ത് മക്കളെ, മരിച്ചാലും ആ മരണസമയത്തും ജനാസ കൊണ്ടുപോകുമ്പോഴും ബിദ്അത്തുകൾ നിങ്ങൾ ഒഴിവാക്കണം. ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ കയറിക്കൂടിയിട്ടുള്ള മുഴുവൻ ബിദ്അത്തുകളും ഇയ്യാക്കും വൽ മുൻകറാത്ത് വൽ ബിദ്അ, ഇയ്യാക്കും നിങ്ങൾ സൂക്ഷിക്കണം, അൽ മുൻകറാത്ത് വെറുക്കപ്പെട്ട കാര്യങ്ങൾ, ഒരു മയ്യത്തിന്റെ സമയത്ത് മരണസമയത്തുള്ള വെറുക്കപ്പെട്ട കാര്യങ്ങൾ, വൽ ബിദ്അ ബിദ്അത്താക്കപ്പെട്ട കാര്യങ്ങളും, അല്ലത്തി യഫ്അലു ഹാദൻ നാസി ഇൻദ ശുഹൂദിൽ മയ്യിത്തി വ ഇൻദ ഹുദൂറിൽ ജനാസ, ജനാസ കൊണ്ടുപോകുമ്പോഴും മരിച്ചവന്റെ മയ്യത്തിനെ ആ സെക്കൻഡ് മുതലും ഇന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ബിദ്അത്തുകളെയും നിങ്ങൾ എന്റെ മയ്യത്തിനോട് കാണിക്കാൻ പാടില്ല. അത് മകളെ കെട്ടിയ പുതിയാപ്ല പറഞ്ഞാലും, ഇനി മകൻ കെട്ടുന്ന വീട്ടുകാര് പറഞ്ഞാലും, ഇനി ഒരു മകൻ തന്നെ മറുകൂട്ടരിൽപ്പെട്ടാലും, ഇന്ന് പറയപ്പെടുന്ന ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു ബിദ്അത്തുകൾ പോലും എന്റെ മയ്യത്തിനോട് നിങ്ങൾ ചെയ്യാൻ പാടില്ല. എന്തൊക്കെ ബിദ്അത്തുകളാ! മരിക്കാൻ കിടക്കുന്ന വാപ്പാക്ക് വേണ്ടി ബിദ്അത്തുകളുടെ കൂമ്പാരങ്ങൾ ചെയ്യുന്നവരുണ്ട്. മരിച്ചു കഴിഞ്ഞാലും ആ വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഖതം ഓതി തീർക്കാൻ വേണ്ടി ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്ന വ്യക്തികളുണ്ട്. അതോടൊപ്പം തന്നെ മരിച്ച വാപ്പാന്റെ മയ്യത്തിന്റെ അരികിൽ വെച്ച് സൂറത്തുൽ യാസീൻ ഓതിയാൽ
വാപ്പാക്ക് നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശനമുണ്ട് എന്ന് തെറ്റിദ്ധരിച്ച മക്കളുണ്ട്. കാലങ്ങളൊക്കെയും പാരമ്പര്യമനുസരിച്ചും പല കുടുംബത്തിൽ കണ്ടും ന്യായീകരിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത്തരത്തിലുള്ള ചില കുടുംബങ്ങളിലേക്ക് ചെല്ലുമ്പോ നമ്മളിൽപ്പെട്ട ചിലരും പോലും ചോദിക്കാറില്ലേ, ആ മരിച്ച വീട്ടിലേക്ക് ചെന്ന സമയത്ത് വല്ലാത്തൊരന്തരീക്ഷം, ഖുർആൻ ഇങ്ങനെ ഓതുന്ന്, മയ്യത്ത് ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്, ആ സമയത്ത് എന്തൊക്കെ പറഞ്ഞാലും അതൊരു വല്ലാത്ത അനുഭൂതി തന്നെയാ. അതുകൊണ്ടൊന്ന് ഓതിയെന്ന് കരുതി, ഒന്ന് ഓതിക്കൊടുത്ത് എന്ന് കരുതി, മക്കളാരെങ്കിലും ഒന്ന് പാരായണം നടത്തിയെന്ന് കരുതി, അതിലിപ്പം വാശി പിടിക്കാനുണ്ടോ, അതിലിത്ര ഗൗരവമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. എന്തേ? ഇതേ നന്മ അറിയാതെ മരിച്ചുപോയതാണോ അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തും? ആ നന്മയെപ്പറ്റി ബോധമില്ലാത്തവരായിപ്പോയോ പ്രവാചകനും സഹാബത്തും? എന്തുകൊണ്ടതവര് ചെയ്തില്ല? അള്ളാഹുവിന്റെ കൽപ്പനയില്ല. മരണസമയത്ത് അങ്ങനെ ചെയ്യണം, യാസീൻ ഓതണം, അതല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കണം, 3 കഴിക്കണം, 7-ന്റേത് കഴിക്കണം, 40-ന്റേത് പിരിയണം എന്നുള്ള ചരിത്രം പ്രവാചക ജീവിതത്തിൽ ഇല്ല. ഇന്ന് പ്രത്യേകിച്ച് ഇത് പറയുമ്പോ എന്റെ സുഹൃത്തുക്കൾക്ക് ദേഷ്യം തോന്നാൻ പാടില്ല. നമ്മളെ ഈ ചുറ്റുവട്ടങ്ങളിൽ കോഴിക്കോട് പ്രദേശത്ത് കഴിഞ്ഞ 10 വർഷമായി ചുറ്റിത്തിരിയുന്നു എന്ന കാരണം കൊണ്ട് മാത്രം ഇന്ന് പല കുടുംബങ്ങളിലും ഈ മരണസമയത്ത് പുതിയ ആചാരങ്ങൾ വരുന്നുണ്ട്. മരിച്ചത് കെട്ടിയ പെണ്ണിന്റെ വാപ്പയാണെങ്കിൽ മൂത്ത പുതിയാപ്പന്റെ വക ആദ്യത്തെ ദിവസത്തെ ചെലവ്, രണ്ടാമത്തെ ദിവസത്തെ ചെലവ് രണ്ടാമത്തെ പുതിയാപ്ലാന്റെ വക, ആദ്യത്തെ ദിവസം ദമ്മിട്ട ബിരിയാണി, രണ്ടാമത്തെ ദിവസം ഇന്ന് നെയ്ച്ചോറും പോത്തും കറിയും. ആരും മോശം വരുത്താറില്ല. ഓരോ പുതിയാപ്ലാരും തന്റെ ആവേശം കാണിക്കും, തന്റെ വില നിശ്ചയിക്കും. ആ സമ്പത്തിന്റെ പേരിൽ, ഒരുക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ ഏത് മതമാണെന്ന് ചോദിച്ചാൽ അതൊക്കെ കോഴിക്കോട്ടുകാരുടെ ഒരു നാട്ടുനടപ്പ്, അതൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ള നാട്ടുനടപ്പ് എന്ന് പറഞ്ഞ് കൈയൊയ്യുമ്പോ ഒരു വേള ചിന്തിക്കണം. അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതെന്താ? മരിച്ച വീട്ടുകാർക്ക് നിങ്ങൾ ഭക്ഷണം ഒരുക്കി കൊടുക്കണം. 3 ദിവസം അവരെ സങ്കടപ്പെടാൻ വിട്ടേക്കുക. ആ സമയത്ത് അവർക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. അവിടെ ചെല്ലുന്നവർക്കൊക്കെ ദമ്മിട്ട ബിരിയാണി കൊടുക്കണം, ഒരുക്കി കൊടുക്കണം, ഭക്ഷണം ഉഷാറാക്കണം എന്ന അർത്ഥത്തിലല്ല. ആ വീട്ടുകാരന് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. അതാ ഇസ്ലാമിന്റെ മര്യാദ. അവിടെ പവർ കാണിക്കല്ലേ. അവനാന്റെ പവർ നിശ്ചയിച്ചാലും അത് വിദേഹത്തിലേക്കാ പോകുന്നത്, ഇസ്ലാം പഠിപ്പിക്കാത്ത മര്യാദയിലേക്ക്. അതോടൊപ്പം തന്നെ അതിന്റെ പേരിൽ കാണിച്ചു കൂട്ടുന്ന എല്ലാ വൃത്തികേടുകളും അവിടെയും തീരാതെ ജനാസ കൊണ്ടുപോകുമ്പോ തക്ബീർ മുഴക്കുന്ന ആളുകൾ. നമ്മൾ പറയും ഞാനതാ വിശ്വാസത്തിൽപ്പെടാത്തവനാ. എല്ലാവരും വിളിക്കുമ്പോ നമ്മളും വെറുതെ ഒന്ന് വിളിച്ചുകൂട്ടിയെടുക്കും. മനസ്സിലാണെങ്കിലും നാവിലാണെങ്കിലും വെറുതെ ഒപ്പരം പറയുന്നവരായി തോന്നിപ്പിക്കുന്ന ചില 2 തോണിയിലും കാലിട്ട് നടക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതല്ല ഇസ്ലാമിന്റെ മര്യാദ. ബിദ്അത്താണോ മുൻകറാത്തുകളാണോ എങ്കിൽ അത് ഉപേക്ഷിച്ചേക്കണം. കാരണം ആ സെക്കൻഡിൽ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അള്ളാഹുവിന്റെ മലക്കുകൾ ആമീൻ ചൊല്ലുന്നുണ്ട്. മരിച്ചു കിടക്കുന്നവന്റെ അരികിൽ നിന്ന് നാട്ടുവർത്തമാനം പറയല്ലേ. ചിലർ അതിനാ മയ്യത്തിന്റെ അടുത്ത് പോകുന്നത്. ആരെയോ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മരിച്ചവന്റെ വീട്ടിലേക്കൊന്ന് ചെല്ലും, മയ്യത്തിനെ ഒന്ന് കാണും, മക്കളെ ഒന്ന് കണ്ട് സലാം പറയും. എന്തിനാ? ഞാൻ വന്നിട്ടുണ്ട് എന്നറിയിക്കാൻ. മയ്യത്ത് നമസ്കാരത്തിന് നിൽക്കാറില്ല, അവന്റെ കൂടെ പള്ളിയിലേക്ക് പോകാൻ നിൽക്കാറില്ല. മയ്യത്ത് കാണാൻ വന്നത് 10,000 പേര്, മയ്യത്ത് നമസ്കരിക്കാൻ 1000 പേര്. ഖബറിന്റെ അടുത്തേക്ക് പോകുമ്പോ വെറും 100 ആളുകൾ. അത് തന്നെ ചിലർ വെപ്രാളപ്പെട്ട് തിരക്ക് പിടിച്ച് കുടുംബക്കാരായി പോയതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുന്ന രൂപത്തിലല്ല, നേരല്ല മനുഷ്യന്മാർക്ക് അതൊന്നും നിർവഹിക്കാൻ പോലും താല്പര്യമില്ലാത്തൊരു ചുറ്റുപാട്. അങ്ങനത്തെ ചില സമയങ്ങളിലോ ആൾക്കാർ കൂട്ടം കൂടിയിരുന്നാൽ ചർച്ച രാഷ്ട്രീയത്തിനെ പറ്റി. ഓനത് പറഞ്ഞത് ശരിയായില്ല. മരണ വീട്ടിലാ ചർച്ച. എന്തിന്റെ ചർച്ച? രാഷ്ട്രീയക്കാരന്റെ ചർച്ച, നാട്ടിലുള്ള ഏതെങ്കിലും വൃത്തികെട്ട ചർച്ച. ആളുകൾ കൂട്ടം കൂടുന്നു, ചിരിക്കുന്നു, സംസാരിക്കുന്നു, രസകരമായ വർത്തമാനങ്ങൾ പറയുന്നു. അങ്ങനെ ഒരു കല്യാണപ്പന്തലിനെ പോലെ കല്യാണ വീടിന്, ആ ഒരു മരണ വീടിനെ ആൾക്കാർ അലങ്കരിക്കുന്നു. ചിലര് മരിച്ചവനെ പോലും കുറ്റം പറയുന്നു. എന്തൊക്കെ കാണിച്ച മനുഷ്യനാ, എന്തൊക്കെ കടത്തിക്കൂട്ടിയ മനുഷ്യനാ. എല്ലാവർക്കും ഒരു പേടിയായിരുന്നിട്ടോ, എന്തൊക്കെ ഉണ്ടെങ്കിലും കൊടുക്കാൻ മടിയുള്ളവനായിരുന്നിട്ടോ. ഇതൊക്കെ ആൾക്കാരെ വർത്താനം. മരിച്ചു കിടക്കുന്നവനെ പറ്റി അങ്ങനെ ഓരോന്നും പറയുമ്പോ ചിന്തിക്കണം മുഅ്മിനേ. ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. ആ മരിച്ച മയ്യത്തിന്റെ അരികിൽ വെച്ച് നിങ്ങൾ എന്തു പറയുന്നോ അതിനൊക്കെ അള്ളാഹുവിന്റെ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. നിങ്ങൾ പറയുന്നു കഷ്ടപ്പെടുത്തിയ മനുഷ്യനാ, ഭാര്യനോട് കഷ്ടപ്പെടുത്തിയ മനുഷ്യനാ, മലക്കുകൾ ആമീൻ പറയും. ചിലർ പറയും ആളൊക്കെ ഡീസന്റാ, കൊടുക്കാൻ പിശുക്കനായിരുന്നു, എന്തെങ്കിലും വീണ് കിട്ടാൻ പ്രയാസായിരുന്നു, മലക്കുകൾ ആമീൻ പറയും. കുറ്റങ്ങളും കുറവുകളും ചെയ്യാനുള്ള വേദിയല്ല മരിച്ചവന്റെ വീട്, തമാശകൾ പറഞ്ഞിരിക്കാനുള്ള വേദിയല്ല മരിച്ചവന്റെ വീട്. മറിച്ച് ആ മരണത്തെ കുറിച്ചോർത്ത് അവൻ കിടക്കുന്നത് പോലെ
ഞാനും കിടക്കേണ്ടതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ചുറ്റുപാട് എന്റെ മയ്യത്തിന്റെ ചുറ്റുഭാഗത്ത് നിങ്ങൾ ഉണ്ടാക്കണം. അഥവാ അങ്ങനെ വെറുക്കപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു ദുരാചാരവും ആ വിഷയത്തിൽ എന്റെ മയ്യത്തിന്റെ പേരിൽ നിങ്ങൾ നടത്തിക്കൂട്ടാൻ പാടില്ല. വേണ്ട വാപ്പാക്കത് സ്റ്റേണായി നിൽക്കണം. ഒരു മകനെങ്കിലും സ്റ്റേണായി നിന്നാലേ പല വിദ്യാർത്ഥികളും ഒഴിവാക്കാൻ പറ്റൂ. അതല്ല, മകളെ കെട്ടിയ പുതിയാപ്പന്റെ ചില വാക്കുകൾ കേട്ടു, കുടുംബക്കാരിൽപ്പെട്ട വേറെ ചില ആൾക്കാർ പറഞ്ഞു, അവസാനം ഇവിടുന്ന് പോകുന്ന ചില ഉംറക്കാരുടെ മനസ്സ നമ്മളിൽ പലരുടേതും എന്താണ് ഉംറ എന്നൊക്കെ ഇവിടുന്ന് നോക്കിപ്പഠിച്ചിട്ടുണ്ടാകും. അവിടെ ചെന്ന് ഫിലിപ്പൈനുകളും ഇന്തോനേഷ്യക്കാരും എന്തൊക്കെയോ ചിലത് ചെയ്യുന്നത് കാണുമ്പോ നമ്മളും ഓലപ്പരം കൂടും. ഇതൊക്കെ ശരിയാണെന്ന് കരുതി ഇതേപോലെ മരിച്ച മയ്യത്തിന്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അത് ചെയ്യല്ലേ മക്കളെ, അള്ള സ്വീകരിക്കുന്ന എന്റെ മയ്യത്തിനെ ഒരു മുൻകറാത്തുകളും ബിദ്അത്തുകളും ഇല്ലാതെ നല്ല മയ്യത്തായി അള്ളാഹുവിന്റെ അരികിലേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുപോകണം. 5ാമത്തെ വസിയത്ത്, മക്കളെ നിങ്ങൾ വാപ്പാന്റെ കടം വീട്ടണം. ആർക്കെങ്കിലും ഈ വാപ്പ കടം കൊടുക്കാനുണ്ട് എങ്കിൽ, കടം വീട്ടാനുണ്ട് എങ്കിൽ ആ കടം മക്കളെ വാപ്പാനെ വിചാരിച്ച് നിങ്ങളത് കൊടുത്തു വീട്ടണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ മക്കളോടും ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തേണ്ട വിഷയമാ. പല മഹല്ലുകളിൽ നിന്നും ഒരുപാട് ആളുകൾ ഈ വിഷയ സംബന്ധമായി സംസാരിക്കാൻ വിളിക്കാറുണ്ട്, പരാതി പറയാൻ വിളിക്കാറുണ്ട്. എന്തേ കാരണം? വാപ്പയാ കടം വാങ്ങിയത്. മക്കള് മരിച്ച സമയത്ത് ഇതുപോലത്തെ മൈക്കില് കയ്യിലെടുത്ത് പള്ളിയിൽ നിന്ന് നല്ല ഉഷാറിൽ പറയും, വാപ്പാക്ക് ആർക്കെങ്കിലും ബാധ്യത ഉണ്ടെങ്കിൽ മക്കളായ ഞങ്ങളെ വന്ന് കാണുക. മക്കളായ ഞങ്ങളെ വന്ന് കാണുക എന്ന് പറഞ്ഞാൽ 4 ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ 4 ആളുകൾക്കും അതിന്റെ ഉത്തരവാദിത്തമായി. മൂത്തവന്റെ അടുത്തേക്ക് വരും, മൂത്തവൻ പറയും ഇളയവനെ കാണാൻ, ഇളയവന്റെ അടുത്തേക്ക് പോകും, അവർ പറയും 2ാമത്തെ ആളെ കാണാൻ. അവസാനം ഒരുപാട് കാലങ്ങളോളം മക്കളിൽ ഓരോരുത്തരുടെ കൂടെ നടന്നിട്ടും പിതാവ് ചെയ്ത കടത്തിന്റെ വീട്ടാൻ സാധിക്കാതെ ഇന്നും പിതാവിനെ ദുരിതപ്പെടുത്തുന്ന വ്യക്തികളുണ്ട്. കൊടുക്കുന്ന വിഷയത്തിൽ ചില ആളുകൾക്കൊരു പ്രത്യേക മടിയ. ഇനി ന്യായം എന്റെ പക്ഷത്താണെങ്കിൽ പോലും ആര് കളവ് പറഞ്ഞാലും വാപ്പാന്റെ പേരിൽ അങ്ങനെയൊരു ഉത്തരവാദിത്വം ഏതെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വീട്ടാൻ മക്കൾ തയ്യാറാവണം, എന്ത് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും. എന്തേ കാരണം? നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനിഹി, ഒരു മുഅ്മിനിന്റെ ശരീരം കടവുമായി ബന്ധപ്പെട്ടിരിക്കും. ഹത്താ ബിദൈനിഹി, അവനാ കടം യുഖ്ളാ അലൈഹി, അവനാ കടം വീട്ടുന്നത് വരെ. അഥവാ മരിച്ച വാപ്പാന്റെ കടം വീട്ടാതെയാണ് നമ്മളും മരിച്ചു പോകുന്നതെങ്കിൽ പാരത്രിക ലോകത്ത് കടമുള്ള വ്യക്തികളോട് ആർക്കാണോ കടം കൊടുത്തു വീട്ടാനുള്ളത് അള്ളാഹു പറയും അവന്റെ കടം വീട്ടി വരിക, എങ്കിലേ ഞാനും നിങ്ങളും തമ്മിൽ ബന്ധം ആരംഭിക്കൂ. പരലോകത്ത് എങ്ങനെയാ മനുഷ്യരെ കടം വീട്ടുക? പരലോകത്ത് എവിടെയാ മനുഷ്യരെ പണം കിട്ടുക? അതുകൊണ്ടാ ജീവിച്ചിരിക്കുന്ന കാലത്ത് മക്കളെ പോറ്റാൻ ഒരുപാട് സങ്കടപ്പെട്ട രക്ഷിതാക്കൾ ഉണ്ടാവും, പ്രാരാബ്ധങ്ങൾ സഹിച്ച രക്ഷിതാക്കൾ ഉണ്ടാവും. ആയ കാലങ്ങൾ അത്രയും സമ്പാദിച്ചിട്ടും പരിശ്രമിച്ചിട്ടും കൊടുക്കാൻ പറ്റാത്ത രക്ഷിതാക്കൾ അവരുടെ സങ്കടങ്ങൾ കണ്ടറിഞ്ഞ് എവിടെയെങ്കിലും അങ്ങനെ കൊടുക്കാനുണ്ട് എങ്കിൽ എന്റെ പൊന്നുമക്കളെ, പരലോകത്തുള്ള വിചാരണക്ക് വിളിക്കുമ്പോ വിചാരണയിൽ പെടാനുള്ള ആ അവകാശം എന്റെ മക്കൾ എനിക്ക് നിഷേധിക്കല്ലേ. എന്റെ കടം നിങ്ങൾ എനിക്ക് വീട്ടണം. എന്റെ മരണശേഷം കടമുണ്ടെന്നാരെങ്കിലും ഓർമ്മപ്പെടുത്തിയാൽ ആ കടം നിങ്ങൾ വീട്ടണമേ എന്ന് 5ാമത്തെ വസിയത്ത് മക്കൾക്ക് വേണ്ടി കൊടുക്കണം, മക്കളോട് ഓർമ്മപ്പെടുത്തണം. 6ാമത്തെ വസിയത്ത്, മക്കളെ വാപ്പാന്റെ പേരിൽ ആരെങ്കിലും എന്തെങ്കിലും അലോഗ്യത്തിന്റെ വർത്തമാനം പറഞ്ഞാൽ ഈ വാപ്പയുടെ പരലോകം വിചാരിച്ച് നിങ്ങൾ അവരോട് പൊരുത്തം ചോദിക്കണം. ഈ പിതാവിന്റെ പൊരുത്തം ആ ആളുകളോട് നിങ്ങൾ ചോദിച്ചു വാങ്ങണം. ആരുടെയെങ്കിലും കുടുംബത്തിനോ അഭിമാനത്തിനോ എന്റെ വാക്കോ നോട്ടമോ വല്ല സങ്കടവും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതാരെങ്കിലും എന്റെ മരണശേഷം പറഞ്ഞാൽ പിന്നെ അത് പറയാതിരിക്കാനും അതിന്റെ പേരിൽ അവർക്കുണ്ടായ സങ്കടത്തിൽ പൊരുത്തം ചോദിക്കാനും എന്റെ മക്കളെ നിങ്ങൾ തയ്യാറാവണം. ഇന്ന് നമ്മളിൽ പലരും ഗൗരവത്തോടെ ചിന്തിക്കാത്തൊരു വിഷയമാണിത്. നമ്മളെ വാപ്പാർ ഒരു പക്ഷേ കാർക്കശ്യക്കാരായിരിക്കാം. കാലഘട്ടത്തിൽ അനുസരിച്ച് ജീവിച്ചപ്പോ അവർക്ക് ചില നിയമങ്ങളും ചില നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കാം. അന്ന് അവർ ചെയ്ത ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും അന്നുള്ള ചില ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയിരിക്കും. മരിച്ചാലും ചിലര് മക്കളോട് പറയും, എന്റെ വാപ്പ വല്ലാത്തൊരു സാധനമായിരുന്നു കേട്ടോ, അന്ന് അങ്ങനത്തെ ഒരു പിടിവാശിക്കാരനായിരുന്നു, അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ഒക്കെ തുടക്കം മരിച്ചോ എന്റെ വാപ്പയാ എന്നൊക്കെ ചിലര് പറയുമ്പോ അവരോട് അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുമ്പോ നിങ്ങൾ പറയണം, മക്കളെ അതൊന്ന് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ. എന്തേ കാരണം? ആരെങ്കിലും ഒരാളുടെ
അഭിമാനത്തിനോ ശരീരത്തിനോ അന്യായമായി നമ്മൾ വല്ലതും ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിൽ അത് തീർക്കാത്ത കാലത്തോളം അവരെ അല്ലാഹു വിചാരണയ്ക്ക് വിളിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതും അങ്ങനെയാ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരോടെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ മാനസികമായ വെറുപ്പുകളോ തമ്മിൽ അലോക്യങ്ങളോ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് തീർക്കാൻ സാധിക്കണം. മരിച്ചതിന് ശേഷം മക്കളെ കൊണ്ട് തീർപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന രക്ഷിതാക്കളാവരുത്. എന്തേ കാരണം? ലോകത്തിന്റെ തിരുദൂതൻ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുമ്പോ മദീനത്തെ പള്ളിയിൽ വന്ന് തലകുനിച്ച് പെരടിയുടെ വെളുത്ത ഭാഗം സഹാബാക്കൾക്ക് കാണിച്ചു കൊടുത്ത് ഓർമ്മപ്പെടുത്തിയതെന്താ? നിങ്ങൾക്കാർക്കെങ്കിലും എന്റെ വാക്കോ എന്റെ നോട്ടമോ എന്റെ എന്തെങ്കിലും പെരുമാറ്റമോ സങ്കടമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ അഭിമാനമിതാ, എന്റെ ശരീരമിതാ, നിങ്ങൾക്ക് തിരിച്ച് പ്രതികാരം ചെയ്യാം എന്ന് ലോകത്തിന്റെ റസൂലുള്ള പറയാനുള്ള കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് എവിടെയെങ്കിലും തോൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. ആർക്കെങ്കിലും നമ്മളുടെ സ്വഭാവം കൊണ്ട് പെരുമാറ്റം കൊണ്ട് അസ്വസ്ഥതയുണ്ടായിട്ടുണ്ടോ അത് ചോദിക്കാനും പൊരുത്തം വാങ്ങാനും നമ്മളെ കൊണ്ട് സാധിക്കണം. ഇതറിയാത്തവരല്ല നമ്മളാരും. എന്തെങ്കിലും മനുഷ്യൻ ചെയ്യുന്ന അമലുകൾ അല്ലാഹ് സ്വീകരിക്കണമെങ്കിൽ പോലും ആ പൊരുത്തം ഉണ്ടാകണം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ രൂപത്തിലാ പ്രവാചകന്റെ സഹാബാക്കൾ അതിനെ ഓർമ്മപ്പെടുത്തിയതും. അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ച ആ മാതൃകയുള്ളത് കൊണ്ടാ അറിയാതെ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയതിന്റെ പേരിൽ മരണം വരെ സങ്കടപ്പെടാനും ആ സഹാബിയുടെ അരികിലേക്ക് ചെന്ന് അവന്റെ കൈപിടിച്ച് അവനോട് സങ്കടം പറഞ്ഞ് അത് തിരുത്തുന്നതുവരെ സഹാബാക്കളിൽ പലരും സങ്കടം കൊണ്ട് കരച്ചിൽ മതിയാക്കാറില്ലായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ 6ാമത്തെ വസിയത്ത്, മക്കളെ, എനിക്ക് വേണ്ടി നിങ്ങൾ മാപ്പ് ചോദിക്കണം. ആരോടാവട്ടെ. വാപ്പാക്ക് വേണ്ടി അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ വാപ്പയുടെ പരലോകം വിചാരിച്ച് ഉമ്മാന്റെ ഖബർ വിചാരിച്ച് നിങ്ങൾ അവരോട് മാപ്പപേക്ഷിക്കണം, പൊരുത്തം ചോദിക്കണം. ആ ചോദ്യം മാത്രമായി ഇന്ന് മയ്യത്തിന്റെ തൊട്ടു മുൻപ് നടക്കാറുള്ളത്. ഇതുപോലത്തെ മൈക്ക് കയ്യിലെടുത്ത് ചിലര് ചോദിക്കാറില്ലേ? ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ വാപ്പയോ എന്റെ ഉമ്മയോ ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടേ അവർക്കത് പൊരുത്തപ്പെട്ടണേ എന്ന് മക്കള് ചോദിക്കാനുള്ള കാരണം ഈ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ എന്റെ പൊന്നു മുസ്ലിമീങ്ങളെ, അത് മരിച്ചിട്ട് ചോദിപ്പിക്കേണ്ടതല്ല, ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ചോദിക്കാനുള്ളതാ. അത് ചോദിക്കാൻ വരുന്ന ചുറ്റുപാടിലേക്ക് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നമ്മളിൽ ഓരോരുത്തർക്കും സാധിക്കണം. 7ാമത്തെ വസിയത്ത്, മക്കളെ, എന്റെ മയ്യത്ത് നമസ്കാരത്തിന് നിങ്ങൾ ആളുകളെ കൂട്ടണം. എന്റെ മയ്യത്ത് നമസ്കാരത്തിന് ആളുകൾ ഉണ്ടായിരിക്കണം. ഈ കാര്യത്തെക്കുറിച്ച് പറയുമ്പോ പലർക്കും സംശയങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആളുകളെ വിവരമറിയിച്ച് മൈക്ക് കെട്ടി ആളെ അറിയിക്കാമോ? പണ്ടുകാലത്ത് മരിച്ച ആളുകളെ കുറിച്ച് അങ്ങനെ മൈക്ക് കെട്ടി ആളുകൾ അറിയിക്കാറുണ്ടായിരുന്നു. ബാൻഡ് മുട്ടിയും ചെണ്ട കൊട്ടിയും മരിച്ചവന്റെ വീട്ടിലേക്ക് ആളുകളെ സൽക്കരിച്ചു കൊണ്ടുവന്ന് നമസ്കരിക്കാൻ ആളുകളെ കൂട്ടുന്ന ഒരു സമ്പ്രദായം. ആ സമ്പ്രദായത്തിൽ നിന്നുണ്ടായതാ ഏതെങ്കിലും നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ പിന്നെ ഒരു കത്തെഴുതി വിട്ടോടല്. ചില പത്രത്താളുകളിലെ 1ാമത്തെ പേജിൽ ഇപ്പോഴും നമ്മൾക്ക് കാണാം, എന്റെ വന്ധ്യപിതാവ് മരണപ്പെട്ടു പോയതിനാൽ അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ എല്ലാ മഹല്ലുകളോടും ഇന്ന തങ്ങളുടെ നേതൃത്വത്തിൽ പറയുന്നു, ഇന്ന ഉസ്താദിന്റെ കാര്യത്തിൽ പറയുന്നു എന്ന് ചില വാക്കുകൾ കാണാറുണ്ട്. ഇതേപോലെ ചില പള്ളി കമ്മിറ്റിക്ക് കത്ത് വരാറുണ്ട്, മരിച്ച വാപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി. അങ്ങനെ ആളെ കൂട്ടാനല്ല ഇസ്ലാം പഠിപ്പിച്ചത്. മറിച്ച് എങ്ങനെയാ മറ്റൊരാളുടെ മയ്യത്ത് നമസ്കാരത്തിൽ നമ്മൾ പങ്കെടുത്താലേ നമ്മളുടെ മയ്യത്ത് നമസ്കാരത്തിൽ ആളുകൾ ദിക്റിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി നമസ്കരിക്കാൻ എത്തപ്പെടുകയുള്ളൂ. ഇപ്പോ എല്ലാം പകരത്തിന് പകരാണല്ലോ. കല്യാണം ക്ഷണിക്കൽ മുതൽ ബാക്കി എല്ലാ വിഷയങ്ങളും പകരത്തിന് പകരമാ. നമ്മളെ വീട്ടിലൊരു മരണത്തിന് ആ വീട്ടിൽ നിന്ന് ഒരാളെ വന്നിട്ടുള്ളൂ എങ്കിൽ അയാളുടെ വീട്ടിലെ മരണത്തിന് ഏതെങ്കിലും ഒരാളെ നമ്മൾ അയക്കൂ. ഇനി അഥവാ വന്നു പോയവനാണെങ്കിൽ നമ്മളും പോയി പോരുന്ന ചുറ്റുപാടെ കാണിക്കാറുള്ളൂ. ഈ രൂപത്തിലായി പോകുന്നുണ്ട് പല കുടുംബത്തിലെയും മയ്യത്തിനെ സംബന്ധിച്ചുള്ള ചുറ്റുപാടുകൾ. അവിടെ നമ്മളുടെ വാപ്പാന്റെ മയ്യത്തിന്, നമ്മളെ മയ്യത്തിന് ആളുകൾ കൂടണമെങ്കിൽ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന ഒരു ചുറ്റുപാടിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ ആ രൂപത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ ആർക്കും നേരല്ലാത്തൊരവസ്ഥയാ. ഏത് മയ്യത്തിനെ കണ്ടും തിരിച്ചു പോരുക എന്നൊരു നിലപാടേ ചിലർക്കുള്ളൂ. ആരാ അങ്ങനെ ഓർമ്മപ്പെടുത്തിയത്? മയ്യത്തിനെ കണ്ടാ മതിയെന്ന്. ആ കാണാൻ പോകുന്നത് ഇപ്പൊ എന്തിനാ? ബന്ധക്കാരെയൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്താനും
ബന്ധക്കാരൊന്നും മോശമല്ല എന്ന് ചിന്തിപ്പിക്കാനും വേണ്ടി അതിന് മാത്ര ചിലർ കണ്ടുപോരുന്നതിനല്ല പുണ്യം, മറിച്ച് ആ ജനാസയെ പിന്തുടരല്, ആ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കല് അല്ലേ. ഒരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താൽ ഖീറാത്തുൻ, ഒരു ഉഹുദ് മലയോളം സ്വർണം ദാനം ചെയ്തവന്റെ പ്രതിഫലമുണ്ട്. കണ്ടിട്ടുണ്ടോ മുസ്ലിമീങ്ങളെ നിങ്ങൾ ഉഹുദ് മല? കോഴിക്കോട് ജില്ലയിലെ ഈ അടുത്ത് ഏതാനും ചില കിലോമീറ്ററുകൾക്ക് ദൂരെ 8 കോടിയുടെ സ്വർണം ബാങ്ക് തുറന്ന് മോഷ്ടിച്ച ചേലേമ്പ്ര ബാങ്ക് കവർച്ച നമ്മൾ കാണാറുണ്ട്. ആ 8 കോടിയുടെ സ്വർണം എന്ന് കേട്ടപ്പോ ഒരു കൊട്ട സ്വർണമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ 2-3 ആളുകളുടെ കയ്യിൽ കൊള്ളാൻ മാത്രമേ ആ സ്വർണം ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഉഹുദ് മലയോളം സ്വർണം ദാനം ചെയ്ത കൂലിയ. ഒരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താൽ അതിന് കാത്തിരിക്കുകയും ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നെഞ്ചുരുകി തേടുകയും ചെയ്യുന്ന ഒരു നമസ്കാരത്തിന്റെ കൂലി, ഉഹുദ് മലയോളം സ്വർണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തവന്റെ കൂലി അവിടെയും തീർന്നിട്ടില്ല. ആ മയ്യത്ത് നമസ്കരിച്ചു, ജനാസയോടൊപ്പം ആ മറമാടുന്ന സ്ഥലത്തേക്ക് ചെന്ന് അവനെ മറമാടാൻ കൂടി എങ്കിൽ, മറമാടിയ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പങ്കെടുത്തു എങ്കിൽ ഖീറാത്താൻ 2 ഉഹുദ് മലയോളം സ്വർണം ദാനം ചെയ്ത കൂലി. ആ ദിക്റിന്റെ മഹത്വം പോലും ഇസ്ലാമിക ചരിത്രം ഓർമ്മപ്പെടുത്തി. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ. അല്ലാഹുവേ, ചോദ്യത്തിന്റെ മുൻപിൽ ധൈര്യം കൊടുക്കണേ ദാദാ ഈ മനുഷ്യന്. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, ഉത്തരം പറയാനുള്ള കഴിവ്, ഉത്തരത്തിന്റെ മുൻപിൽ മുട്ടിടിച്ചു പോകാതിരിക്കാനുള്ള കഴിവ് ഈ മനുഷ്യന് നീ കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, ആ കബറുകൾ വിങ്ങി വിങ്ങി ഇടുങ്ങിപ്പോകുന്നതിന്റെ ദുരിതത്തിൽ നിന്ന് ആ കബറാളിയെ നീ കാത്തോളണേ റബ്ബേ. അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു, നിന്റെ കാരുണ്യവും നിന്റെ പാപമോചനവും ഈ കബറാളിക്ക് നീ കൊടുക്കണേ നാഥാ. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ, എല്ലാത്തരം ഭയപ്പാടുകളിൽ നിന്നും നിർഭയത്വം, ബേജാറില്ലായ്മ അത് ഈ കബറിലുള്ളവന് നീ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ പങ്കെടുത്താൽ ഖീറാത്താൻ 2 ഉഹുദ് മലയോളം സ്വർണം ദാനം ചെയ്തവന്റെ പ്രതിഫലം. അഥവാ നമ്മളൊരൽപ്പം സൂക്ഷ്മത കാണിച്ചാൽ ബാക്കി എന്തിനും തിരക്കിന്റെ നേരം കുറവ് പറഞ്ഞ് വെപ്രാളപ്പെടുന്ന മനുഷ്യരെ, ഈ ഒരു അല്പസമയം മയ്യത്തിനെ കണ്ട് രാവിലെ കണ്ട് തിരക്കിൽ പോരലല്ല പുണ്യം, മറിച്ച് മയ്യത്ത് നമസ്കാരം എപ്പോഴാ ആ സമയം നിശ്ചയിക്കുക, ആ സമയം മനസ്സിലാക്കുക, അതിന്റെ നേരത്തിലേക്ക് പള്ളിയിലേക്ക് വരിക, അതോടൊപ്പം ആ വിഷയത്തിൽ ഇടപെട്ട് ജനാസയിൽ പങ്കെടുക്കുക എന്നതാണെങ്കിൽ 1 മണിക്കൂറിന്റെ ചെലവേയുള്ളൂ. ഖീറാത്താൻ 2 ഉഹുദ് മലയോളം സ്വർണം ദാനം ചെയ്ത പ്രതിഫലം അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തി തരും. അങ്ങനെ മക്കളെ, എന്റെ മയ്യത്തിന് ആളുകളെ കൂട്ടണം. ഇന്ന് ഉറപ്പ് നമ്മൾക്കില്ല. പണ്ടൊക്കെ പള്ളികളിൽ മയ്യത്ത് നമസ്കാരങ്ങൾ ഉണ്ടാകുമ്പോ പള്ളികൾ ഫുള്ളായിരുന്നു. ഇന്ന് പള്ളികളിൽ 2-3 സഫുകളിലേക്ക് മയ്യത്ത് നമസ്കരിക്കാൻ ആളുകൾ ഒതുങ്ങി ചുരുങ്ങി. പല മയ്യത്തുകൾക്കും 2-3 സഫുകൾക്കുള്ളിലെ ആളുകൾ ഉള്ളൂ എങ്കിൽ അത്രമാത്രം ദുരിതത്തിലേക്ക് നമ്മളെ മയ്യത്തെത്തിപ്പോട്ട് പോയാൽ ദിക്റുകളും പ്രാർത്ഥനകൾ പോലും ചൊല്ലാൻ ആളില്ലാത്തൊരു ഗതികേടിലേക്ക് നമ്മളുടെ ജീവിതം എത്തപ്പെടും. അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയതും മാമിൻ റജുലിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ യമൂത്തു, അവൻ മരിച്ചിട്ടുണ്ട് എങ്കിൽ, മുസ്ലിമായ ഒരു മനുഷ്യൻ മരിക്കുകയും ഫയഖൂമു അലാ ജനാസതി 40 റജുലൻ, 40 ആളുകൾ അവന്റെ മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നു. ലാ തുശ്രികൂന ബില്ലാഹി ശൈആ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത 40 ആളുകൾ. എന്നിട്ട് റസൂൽ ഓർമ്മപ്പെടുത്തി, ഇല്ലാ ശഫഅഹുമുല്ലാഹ്, അവരുടെ ശഫാഅത്ത് അല്ല സ്വീകരിച്ചിട്ടല്ലാതെയില്ല, അവരുടെ പ്രാർത്ഥന അല്ല സ്വീകരിച്ചിട്ടല്ലാതെയില്ല. മരിച്ച ഒരു വ്യക്തിക്ക് വേണ്ടി ശിർക്ക് ചെയ്യാത്ത 40 ആളുകൾ നമസ്കരിച്ചാൽ അവരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്ന ഇന്നത്തെ ചുറ്റുപാടിൽ ശിർക്ക് ചെയ്യാത്ത എത്ര ആളുകളുണ്ട്, ശിർക്കൻ വിശ്വാസമില്ലാത്ത എത്ര വ്യക്തികളുണ്ട് എന്നത് ഇന്നത്തെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആലോചിച്ചാൽ തന്നെ അതിന്റെ സങ്കടവും അതിന്റെ പരിഹാസ്യവും നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ടാ റസൂൽ ഓർമ്മപ്പെടുത്തിയതും 40 ആളുകൾ ശിർക്ക് ചെയ്യാത്ത വ്യക്തികൾ അവർ നമസ്കരിക്കാനുണ്ടെങ്കിൽ അവരുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കും. അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു വഅഫീഹി വഅഫു അൻഹു എന്ന അവരുടെ ശുപാർശ, അവരുടെ രൂപത്തിലുള്ള തേടൽ
അള്ളാഹു സ്വീകരിച്ചിട്ടല്ലാതെയില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഇനിയെങ്കിലും ഒരു മയ്യത്തിനെ കുറിച്ച് കേൾക്കുമ്പോ വാപ്പാര് പോയി വരട്ടെ, അല്ലെങ്കിൽ മൂത്താൻ പോയി വന്നോട്ടെ, അല്ലെ പെണ്ണുങ്ങൾ പോയി ഇങ്ങ് പോന്നോട്ടെ, ആരെങ്കിലും ഒരാൾ പോയാ മതിയല്ലോ എന്ന ലാഘവത്തോടെ ചിന്തിക്കല്ലേ. ഞാനും മരിക്കേണ്ടതാ, നമ്മളും മരിക്കേണ്ടതാ, നമ്മളും കിടക്കേണ്ടതാ ആറടി മണ്ണിൽ. നമ്മൾക്ക് വേണ്ടി ചോദിക്കാനെങ്കിലും അത്തരത്തിലുള്ള ഒരു ചുറ്റുപാടിൽ ആളുകൾ നമ്മളെ മയ്യത്തിനെ സന്ദർശിക്കാൻ വന്നിട്ടില്ലെങ്കിൽ അന്നറിയും നമ്മൾ, കബറിൽ കിടക്കുമ്പോൾ അറിയും നമ്മൾ കാണിച്ചിരുന്ന ദുരന്തത്തിന്റെ വലുപ്പത്തിന്റെ അവസ്ഥ. അത് സംഭവിക്കാതിരിക്കാൻ മക്കളെ, നിങ്ങൾ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കണം, ജനാസയിൽ പങ്കെടുക്കണം, അതിൽ സഹകരിക്കണം എന്നുവരെ ഈ അടുത്ത കാലഘട്ടത്തില് ഒരു പണ്ഡിതന്റെ ഒരു നിർവചനമുണ്ട്. എത്ര കണ്ട് സ്വഹീഹാണ് എന്നതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കണം. ആ വിഷയത്തിലാണെങ്കിൽ പോലും ആ ആശയത്തിന്റെ രൂപം, മയ്യത്തിന്റെ കബറിലേക്ക് 3 പിടി മണ്ണ് വാരിയിട്ടതിന് ശേഷം ചില ആൾക്കാരുണ്ട് വെറുപ്പോടെ കൈ 2 പൊട്ടലും കൊടയലും ആയിപ്പോയ വൃത്തികേടുകൊണ്ട് കയ്യുമ്മലേക്കൊരു നോട്ടവും ചളിയായി മണ്ണായി. അത്ര ബേജാറായി മണ്ണിടാൻ ആരാങ്ങളോട് കൽപ്പിച്ചത്? അങ്ങനെ ബേജാറാക്കി മണ്ണിടാനാണോ ഇസ്ലാം പഠിപ്പിച്ചത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ 3 പിടി മണ്ണ് വാരിയിടുമ്പോ നെഞ്ചുരുകി തേടണം നാദാ, ഈ മനുഷ്യന്റെ ശരീരത്തിലേക്ക് മണ്ണാകാനിട്ടത്. നാളെ മറ്റന്നാള് ഞാൻ മരിച്ചു കിടന്നാലും എന്റെ മേലേക്ക് ഇതുപോലത്തെ മണ്ണാവുകയാണുള്ളത്. അള്ളാഹുവേ, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച നീ മണ്ണോട് ചേർത്ത് വെക്കുമ്പോ മണ്ണായി പോകുന്ന ശരീരത്തിനുള്ളിൽ നീ തന്ന ആത്മാവിനെ നിനക്കിഷ്ടപ്പെട്ട രൂപത്തിൽ എനിക്ക് വളർത്താനും സ്നേഹിക്കാനും അങ്ങനെ ജീവിക്കാനും സാധിക്കണേ റബ്ബേ എന്നാ മണ്ണിടുമ്പോ ഓർക്കേണ്ടത്. അതല്ലാതെ എല്ലാവരും ഇടുന്നത് കണ്ട് 3 പിടി ഇട്ടിട്ടില്ലെങ്കിൽ കണ്ടോല് മോശാണല്ലോ എന്ന് കരുതി അവസാനം ഇട്ടതിന്റെ പേരിൽ ഉടനെ കൈ കഴുകാൻ പോവുകയോ കൈ തട്ടിയിട്ട് ഒരു വെറുപ്പ് കാണിക്കലോ ചെയ്യാണെങ്കിൽ അങ്ങനത്തെ ഒരു കല്ലിടൽ നിങ്ങൾ പോകണ്ട, അങ്ങനത്തെ ഒരു മണ്ണ് വാരാ നിങ്ങൾ ചെല്ലണ്ട. അതല്ല ഇസ്ലാമിന്റെ മര്യാദ. മാന്യമായി മണ്ണിട്ടതിന് ശേഷം നെഞ്ചുരുകി തോടണം, നോക്കണം ആ കബറിലേക്ക്. 6 അടി മണ്ണിൽ മണ്ണിട്ട് മൂടുമ്പോ അറിയണം നമ്മൾ ആ മണ്ണ് വീഴാനിരിക്കുന്നത് ഇനി നമ്മളുടെ കബറിലേക്കാണ് എന്ന തിരിച്ചറിവ്, ആ ചിന്തയോടെ മക്കളെ നിങ്ങൾ ജനാസയിൽ പങ്കെടുക്കണം, ജനാസയിൽ മണ്ണിടണം, മയ്യത്ത് നമസ്കാരത്തിലേക്ക് നിങ്ങൾ പോകണം എന്ന് 7ാമത്തെ വസിയത്ത് മക്കൾക്ക് വേണ്ടി കൊടുക്കണം, നമ്മൾക്ക് വേണ്ടി വസിയത്തായി പറയണം. 8ാമത്തെ വസിയത്ത് മക്കളെ, എനിക്ക് വേണ്ടി നിങ്ങൾ തസ്ബീത്തിന് ചോദിക്കണം. എനിക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് തസ്ബീത്ത് ചോദിക്കണം. അഥവാ തസ്ബീത്ത് മരിച്ചവന്റെ കബറിന്റെ അരികിലുള്ള പ്രാർത്ഥന, മരിച്ച വ്യക്തിയുടെ കബറിലുള്ള ആ കബറാളിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. നേരത്തെ ഞാൻ പഠിപ്പിച്ച ഓതിയ പറഞ്ഞ ആ പ്രാർത്ഥന അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, അത് പിൻകാലഘട്ടത്തില് ഓരോ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയതാ പ്രാർത്ഥന. ആ പ്രാർത്ഥന പ്രവാചകനിൽ നിന്ന് ലഫ്ലായിട്ട് രേഖപ്പെടുത്തിയതല്ല. അങ്ങനെ ചിന്തിക്കല്ലേ. റസൂലുള്ള പഠിപ്പിച്ച ദിക്ർ അഥവാ ലഫ്ലുകളല്ല അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ എന്ന് തുടങ്ങുന്ന ആ ദിക്ർ. തസ്ബീത്ത് ചോദിക്കാനാ റസൂലുള്ള ഓർമ്മപ്പെടുത്തിയത്. ഇസ്തഗ്ഫിറു ലി അഖീകും, നിങ്ങളുടെ സഹോദരന് നിങ്ങൾ പാപമോചനം തേടുക. വസലൂ ലഹു തസ്ബീത്ത്, അവന് വേണ്ടി നിങ്ങൾ തസ്ബീത്ത് ചൊല്ലുക. കാരണം ഫഇന്നഹു അൽആനു യുസ്അൽ, അവൻ ആ സമയത്ത് ചോദ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാ. ആ കബറിൽ അല്ലാഹുവിന്റെ ചോദ്യം നേരിട്ടുകൊണ്ടിരിക്കുകയാ. മാ ഹാദർ റജുൽ, മൻ റബ്ബുക, നിന്റെ രക്ഷിതാവാര്? മാ ഹാദൽ കിതാബ്, ഏതാണ് ഈ ഗ്രന്ഥം? മാ ഹാദർ റസൂൽ, ഏതായിരുന്നു ഈ പ്രവാചകൻ എന്നൊക്കെയുള്ള ചോദ്യം നേരിടുന്ന ആ സമയത്ത് ഉത്തരം പറയാനുള്ള തസ്ബീത്തിന് വേണ്ടി, സ്ഥൈര്യത്തിന് വേണ്ടി തസ്ബീത്ത് നിങ്ങൾ ചൊല്ലണം എന്നേ റസൂലുള്ള ഓർമ്മപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷെ എന്ത് ചൊല്ലണം എന്നതിൽ പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി ഇജ്തിഹാദ് നടത്തി അവര് രേഖപ്പെടുത്തി. ആ മരിച്ച കബറിന്റെ അടുത്തുള്ള പ്രാർത്ഥന സബ്ബിത്തു ഇൻദ സുആൽ അൽഹിമുൽ ജവാബ് എന്ന ദിക്ർ രേഖപ്പെടുത്തുകയും ചെയ്തു. ആ ദിക്ർ മക്കളെ നിങ്ങൾ മറന്നു പോകരുതേ, ചൊല്ലണേ. എത്ര സമയം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമോ അത്രയും നേരം നിങ്ങൾ ചൊല്ലണേ. അവിടെയും ചിലർക്ക് മടിയ, കുറച്ചു നേരം ചൊല്ലിത്തുടങ്ങും, പിന്നെ 4 ഭാഗവും നോക്കുന്നത് കാണാ. ആരെങ്കിലും ഒരാൾ നിർത്തി കിട്ടിയ എല്ലാവരും കൂടി നിർത്തിയിട്ട് പോകായിരുന്നു എന്ന ചുറ്റുപാടിൽ നോക്കുന്നവര്. വേറെ ചില വ്യക്തികളാവട്ടെ അപ്പോഴേക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടാകും, വെള്ളമായിട്ടും ഭക്ഷണമായിട്ടും. അതിന്റെ വെപ്രാളത്തില് കുടിച്ചിട്ട് പിരിയ എന്ന് പറഞ്ഞ് വെപ്രാളപ്പെടുന്നവര്. മുഖ്യം തസ്ബീത്ത, ചൊല്ലേണ്ടത് തസ്ബീത്ത. അതെത്ര മിനിറ്റ് ഇന്ന് പറയുന്നത് പോലെ അതിന്റെ അരികിലേക്ക് ചേർന്ന് നിന്ന് ചോദിക്കാൻ നിങ്ങൾ തയ്യാറാകണം മക്കളെ. ആര് തിരക്ക് പറഞ്ഞു പോയാലും, ആരൊക്കെ വെപ്രാളപ്പെട്ട് മടങ്ങിയാലും, എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ എന്റെ കബറിന്റെ അരികിൽ ഉണ്ടാവണം. നിങ്ങൾ എനിക്ക് വേണ്ടി തേടണം. നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി പറയണം. അതുകൊണ്ട് മക്കളെ, ഈ വാപ്പാന്റെ 8ാമത്തെ വസിയത്ത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ റബ്ബിനോട് നിങ്ങൾ എനിക്ക് വേണ്ടി തേടണം എന്ന്
8ാമത്തെ വസിയത്ത് കൊടുക്കണം. 9ാമത്തെ വസിയത്ത്, മക്കളെ, ജീവിതത്തിൽ നിങ്ങളുടെ ശ്വാസം നിലയ്ക്കുന്നത് വരെ നിങ്ങൾ എന്നെ മറക്കാൻ പാടില്ല. ജീവിതത്തിന്റെ അവസാനത്തെ സെക്കൻഡ് വരെ മക്കളെ നിങ്ങൾ എന്നെ മറക്കാൻ പാടില്ല. കാരണം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മക്കൾ ചൊല്ലുന്ന പ്രാർത്ഥന ഖബറിലേക്ക് വാപ്പാർക്കുമ്മാർക്ക് കിട്ടുന്നതിൽ പെടും. അതുകൊണ്ട് മക്കളെ മറന്നു പോകരുത് ഒരു പ്രാർത്ഥനയിൽ പോലും പൊന്നു രക്ഷിതാക്കളെ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ എത്ര രക്ഷിതാക്കൾക്ക് അതിന്റെ ഉത്തരവാദിത്തമുണ്ട്, എത്ര രക്ഷിതാക്കൾക്ക് അതിന്റെ സന്തോഷമുണ്ട്. എന്റെ മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അങ്ങനെയാ ഞാൻ എന്റെ മക്കളെ വളർത്തിയത്. ജീവിച്ചിരിക്കുന്ന ഒരു വാപ്പാർക്ക് പോലും ആ ആഹ്ലാദം ഇന്ന് കിട്ടുന്ന രൂപത്തിലല്ല. കാരണം എന്തേ? അറബിക് കോളേജുകൾ പൂട്ടി, മതബോധത്തോടെ വളരുന്ന ചുറ്റുപാടുകൾ മാറി, ആധുനിക ഫാഷൻ അനുസരിച്ചും മോഡേണിസം അനുസരിച്ചും മരിച്ചു കിടക്കുന്ന വാപ്പാന്റെ തലഭാഗത്ത് നിന്ന് മധ്യഭാഗത്തോ തലയോ എന്നറിയാതെ 4 കെട്ടി 5ാമത്തെ തക്ബീറിലേക്ക് പോയി അവസാനം ആൾക്കാർ ഇടപെടുത്തി നിർത്തിച്ചതിനു ശേഷം പിന്നിലിരിക്കുന്ന വ്യക്തിയോട് 7 തക്ബീർ അല്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന മക്കളുടെ കാലഘട്ടമാക്കാൻ മുമ്പിൽ ആദ്യത്തേതിന് 7 അല്ലായിരുന്നോ എന്ന് ചോദിക്കുന്ന ഇൻസൈഡ് ചെയ്ത വിദേശ ജോലിക്കാരന് എന്ത് ഇൽമിന്റെ കുറവാ? ദീനി ഇൽമിന്റെ കുറവാ. ഭൗതിക വിദ്യാഭ്യാസം വേണ്ട എന്ന അർത്ഥത്തിലല്ല, അത് കിട്ടി, അത് കൊടുത്തു. എങ്കിലും മക്കളെ, വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ദിക്റ് ചൊല്ലുമ്പോ മറക്കാതെ ചൊല്ലാൻ ആ വാപ്പയെ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? നമ്മൾ ഓർത്തിട്ടുണ്ടോ നമ്മളെ വാപ്പാരെ? നേരം വെളുത്തിട്ട് ഇത്ര നേരമായല്ലോ, ളുഹർ, അസർ, മഗ്രിബ് നമ്മളെല്ലാവരും നമസ്കരിച്ചല്ലോ. അതിനുശേഷം അള്ളാന്റെ നേരെ കൈനീട്ടിയല്ലോ. അവനാന്റെ ഭാര്യന്റെ സൂക്കേട്, ഭർത്താവിന്റെ പ്രയാസങ്ങള്, കച്ചവടത്തിലെ ലാഭമില്ലായ്മ, ബേജാറ്, മക്കളുടെ വിദ്യാഭ്യാസം, പഠിച്ചിട്ടും ജോലി കിട്ടാത്ത മൂത്ത മകൻ, പ്രായമായിട്ടും നല്ല ആലോചന വരാത്ത മൂത്ത കുട്ടി, എല്ലാം റബ്ബിനോട് പറഞ്ഞില്ലേ? വീടാവാത്ത സങ്കടം, എല്ലാ ദുരിതവും അള്ളാനോട് പറഞ്ഞു. അതിന്റെ ഇടയ്ക്ക് ഒരു തവണ പടച്ചോനെ, മരിച്ചോ എന്റെ വാപ്പ, മരിച്ചോ എന്റെ ഉമ്മ, കാലങ്ങൾ ഒരുപാട് മുൻപ് ചോര നീരാക്കി അധ്വാനിച്ച് ഇക്കാണുന്ന സൗകര്യങ്ങളില്ലാത്തൊരു കാലത്ത് എന്നെ സംരക്ഷിച്ച് പോറ്റി വലുതാക്കിയ എന്റെ മാതാവ്, എന്റെ പിതാവ് റബ്ബേ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സിന് ഓർമ്മ വന്നിട്ടില്ല എങ്കിൽ നമ്മളെ മക്കളിലൂടെയും ആ പ്രാർത്ഥന അള്ള നമുക്ക് തിരിച്ചു നൽകില്ല, ഓർമ്മിപ്പിക്കില്ല അള്ള മക്കളിലൂടെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അതുകൊണ്ട് ആ മക്കളോട് പറയേണ്ടതും, മക്കളെ, വലതുൻ സ്വാലിഹുൻ യദ്ഉലഹു, നിഷ്കളങ്കരായ ഇഖ്ലാസോടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന അള്ളാഹു തള്ളില്ല മക്കളെ. അതുകൊണ്ട് എന്റെ പൊന്നുമക്കൾ മരണം വരെ വാപ്പാനെ ഉമ്മാനെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഖബറിൽ കാത്തിരിക്കുന്ന ഭയാനകതകളിൽ ഇളവ് കിട്ടാൻ വേണ്ടി ഖബറിൽ കടന്ന് വെപ്രാളപ്പെടുമ്പോ ദുനിയാവിൽ നിന്നുള്ള മക്കളുടെ പ്രാർത്ഥന കൊണ്ട് അള്ള ഖബറിലെ ശിക്ഷകൾ കുറച്ചു കൊടുക്കും. ആ കുറവ് എന്റെ ഉമ്മാക്ക് വാപ്പാക്ക് കിട്ടണം എന്ന പ്രതീക്ഷയോടെ പൊന്നുമക്കളെ, വാപ്പാന്റെ ഉമ്മാന്റെ ഒരു വസിയത്ത മറന്നു പോകല്ലേ. ഈ വാപ്പാനെ മറക്കരുതേ, ഈ ഉമ്മാനെ. മരണം വരെ എനിക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് തേടണം എന്ന് 9ാമത്തെ വസിയത്ത്. 10ാമത്തെ വസിയത്ത്, മക്കളെ, എന്റെ സ്വത്തിൽ നിന്ന് ഞാൻ എന്ത് ദാനം ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ അത് നിങ്ങളും കൊടുക്കാൻ തയ്യാറാവണം. എന്റെ സ്വത്തിൽ നിന്ന് നിങ്ങൾ ദാനം ചെയ്യണം. കാരണം അള്ളാഹു വേദഗ്രന്ഥത്തിലൂടെ ഓർമ്മപ്പെടുത്തിയത് വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് അല്ലാഹു തന്ന സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം. ഇന്നത്തെ ചുറ്റുപാടില് വാപ്പാന്റെ വീതം കിട്ടിയ സ്വത്ത് അത് ഇരട്ടിയാക്കുക എന്നല്ലാതെ അതിൽ നിന്ന് വാപ്പാന്റെ പരലോകം വിചാരിച്ച് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതൊക്കെ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ചില വീട്ടിലേക്ക് കയറി ചെന്ന് ചില ആളുകൾ പറയും, വാപ്പുള്ള കാലത്തെ ഒരു ചാക്കരി അതല്ലെങ്കിൽ 1000 ഉറുപ്യ തരുന്നതാ, ഇപ്പം വാപ്പ മരിച്ചുപോയി, എന്ത് ചെയ്യണം, അത് വാപ്പന്റെ കാലത്തല്ലേ, നിങ്ങളൊരു ഉറങ്ങാൻ എഴുതിക്കോളി എന്ന് പറയുന്ന ലാഘവക്കാരുണ്ട് നമ്മളെ കൂട്ടത്തില്. വാപ്പ കൊടുക്കുന്നതിന്റെ ഉത്തരവാദിത്വം പോലും സ്നേഹത്തോടെ വിസ്മരിക്കുന്ന ഒരുപാട് കുടുംബങ്ങള്. ചെയ്യരുതേ മക്കളെ. വാപ്പ കൊടുക്കാൻ കൽപ്പിക്കുകയും വാപ്പ കൊടുക്കുന്നത് കാണുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ വാപ്പാന്റെ പരലോകത്തിന് വേണ്ടി മരിച്ചാലും നിങ്ങൾ ആ വാപ്പാക്ക് വേണ്ടി ചെയ്താൽ അത് വാപ്പാക്ക് പുണ്യമായി കിട്ടും, ഖബറിലേക്ക് പുണ്യമായി കിട്ടും. അതല്ലാതെ വാപ്പ മരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും പിന്നെ ഉസ്താദുമാരെ വിളിയ, വാപ്പ മരിച്ചിട്ടുണ്ട്, എന്താ ഇപ്പൊ വാപ്പാന്റെ ഒരു പോരിശയ്ക്ക് ചെയ്യേണ്ടത്, ഒരു 3 ചാക്ക് അരി കൊടുത്താലോ അല്ലെങ്കിൽ ഒരു 10 ചാക്ക് അരി വാരിയാലോ? മരിച്ച വാപ്പാനോടുള്ള പോരിശ കാണിക്കാൻ മരിച്ച ഉടനെ അരിവാരലല്ല ഇസ്ലാം. അതിനുശേഷം വാപ്പാന്റെ പേരിൽ വാരിക്കോരി കൊടുക്കലല്ല ഇസ്ലാം. മറിച്ച് വാപ്പ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ, അതോർമ്മിക്കുന്ന മക്കളാണെങ്കിൽ അതറിയണം മക്കള്.
അറിയണം അതിന്റെ ചുറ്റുപാട്. വാപ്പാനോട് ചോദിക്കണം മക്കള്, അല്ലെങ്കിൽ വാപ്പാര് പറയണം മക്കളെ കൊല്ലത്തിലും ഞാൻ ഇങ്ങനെ ചെയ്യലുണ്ട്, അവിടേക്ക് എത്തി മക്കൾക്ക് എന്റെ വക കൊടുക്കലുണ്ട്, ഞാൻ മരിച്ചാലും നിങ്ങളെ കൊണ്ട് പറ്റെങ്കിൽ വാപ്പാക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അത് കൊടുക്കണം. വാപ്പാന്റെ പുണ്യം വിചാരിച്ച്, നിങ്ങൾക്ക് പുണ്യം വിചാരിച്ച് അത് നിങ്ങൾ ചെലവഴിക്കണം എന്ന് മക്കളോട് 10ാമത്തെ വസിയത്ത് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചുറ്റുപാടിൽ ഒരുപാട് ഓർമ്മിക്കേണ്ട ഒരു വിഷയമാണ്. പണ്ടുള്ള ആളുകൾ പറയായിരുന്നു, ചില കുടുംബത്തിനെ നോക്കിയിട്ട് ആ വീട്ടിൽ ചെന്നാൽ ഒരിറക്ക് വെള്ളം കിട്ടാണ്ട്, അല്ലെങ്കിൽ ആ വീട്ടിൽ ചെന്നാൽ ഒരിറക്ക് വെള്ളം തരാണ്ട് ആ വീട്ടിലമ്മ പറഞ്ഞേക്കൂലായിരുന്നു. ഇപ്പൊ അമ്മയും മരിച്ചു, വാപ്പയും മരിച്ചു, വീട്ടിലാരാ? ഇളയോനും ഓന്റെ ഓളുവാ. ഇപ്പോഴോ ആ വീട്ടിക്ക് ചെന്നാ വെള്ളം കുടിക്കാൻ തോന്നൂല, ഇനി ചെന്നാ പോലെ ഒരിറക്ക് വെള്ളാപ്പോരെന്ന് കിട്ടൂല. നാണക്കേടാ മക്കളെ ഇത്. സ്വന്തം വാപ്പാരുമാരുടെ പേര് പറയിപ്പിക്കലാണത്. അവിടെയൊക്കെയാ ഇസ്ലാം പഠിപ്പിച്ചതും വാപ്പാരുടെ പാകതയും പക്വതയും പ്രകടിപ്പിക്കുന്ന, വാപ്പാരുടെ കൂട്ടുകാരെ സൽക്കരിച്ചാൽ പോലും സ്വന്തം വാപ്പാനെ സൽക്കരിച്ചതിന് സമമാണെന്ന്, വാപ്പാക്ക് പുണ്യമാണെന്ന് പഠിപ്പിച്ച മതത്തിന്റെ അനുയായികളാണ് നമ്മളെങ്കിൽ ആ വാപ്പാക്ക് ഉമ്മാക്ക് വേണ്ടി ചെലവഴിക്കാനും കൊടുക്കാനും നമ്മൾ തയ്യാറാകണം. നമ്മൾക്ക് കിട്ടിയത് 10 സെന്റ് ആണെങ്കിൽ വാപ്പാന്റെ ചോരയാണത്. അത് 10-200 10-20 വെപ്രാളപ്പെട്ട് ഓടുമ്പോ ആ 10ന് വേണ്ടി കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ചൊരു വാപ്പാനെ മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചതും മക്കളെ വാപ്പാന്റെ 10ാമത്തെ വസിയത്ത്, വാപ്പക്ക് വേണ്ടി വാപ്പയുടെ സ്വത്തിൽ നിന്ന് എന്റെ പരലോകം ആഗ്രഹിച്ച് എന്റെ മക്കൾ എനിക്ക് വേണ്ടി ചെലവഴിക്കണം. അത് വസിയത്ത് നൽകുന്ന വാപ്പാക്ക് വേണ്ടി, കൊടുക്കുന്ന വാപ്പാർക്ക് വേണ്ടി. അതല്ലാതെ ഇതൊന്നും ചെയ്യാതെ കാലങ്ങൾ അത്രയും സകല വൃത്തികേടുകളും ചെയ്ത് ഒരു കാര്യത്തിലും ഇടപെടാതെ മരിച്ചു എന്ന് കാണുമ്പോഴേക്കും മക്കള് നല്ല നിലക്കായിട്ടുണ്ട്, പിന്നെ മക്കൾക്കൊരു തോന്നല് വാപ്പാക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന്. അപ്പം ചില ഉസ്താദുമാര് വിളിച്ചു, ഓല് പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതി, കത്തം കൂട്ടി ആളുകളെ വിളിച്ച് ഖുർആൻ ഓദിച്ചാൽ മതി, അതല്ലെങ്കിൽ 10 ചാക്ക് അരി വാരിയാ മതി, അതല്ലെങ്കിൽ ഒരു മുറിന് അർത്ഥു കൊടുത്താൽ മതി. അതല്ലട്ടോ ദാനം, അതല്ല ഇസ്ലാം പഠിപ്പിച്ചത്. ആയ കാലങ്ങളിൽ അത് ചെയ്യുന്ന വാപ്പയായിരിക്കണം, അത് ചെയ്യുന്ന വാപ്പാനെ ബോധ്യപ്പെട്ട മക്കളായിരിക്കണം. ആ മക്കൾ ചെയ്താലാ ആ പ്രതിഫലം വാപ്പാന്റെ അരികിലേക്ക് എത്തുക. ഈ 10 വസിയത്തുകൾ ഇന്ന് തന്നെ ഒരു രാത്രി പോലും കഴിച്ചുകൂട്ടാൻ ഇനി നമ്മൾക്ക് അവകാശമില്ല. ഇന്ന് വീട്ടിൽ ചെന്ന് ഭാര്യയെയും മക്കളെയും അടുത്ത് വിളിച്ച് ഒരു വസിയത്തായി, ഈ വാപ്പാന്റെ വസിയത്തായി, ഉമ്മാന്റെ വസിയത്തായി പറയാൻ എന്റെ സഹോദരങ്ങൾക്ക് സാധിക്കണം, എന്റെ രക്ഷിതാക്കൾക്ക് സാധിക്കണം. അതിനുശേഷമാണ് അള്ളാഹു നമ്മളെ രാത്രി തിരിച്ചു വിളിക്കുന്നതെങ്കിൽ പോലും ആശ്വാസത്തോടെ മടങ്ങാം. വേണ്ടത് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. വീട്ടിൽ നിന്നിറങ്ങി ഒരു മാസം മാറി നിൽക്കേണ്ട യാത്രയിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും മക്കളെ ഏൽപ്പിക്കുമ്പോ തോന്നുന്ന ആശ്വാസത്തെക്കാൾ കോടാനുകോടി ആശ്വാസമാ ഈ വസിയത്ത് കൊടുത്ത് മരിച്ചു പോകുന്ന വാപ്പാക്ക് കിട്ടുന്ന ആശ്വാസം. ആ ആശ്വാസമേ വസിയത്തെ ഇന്നത്തെ ചുറ്റുപാടിൽ നമ്മൾക്ക് ആഗ്രഹിക്കാൻ വകുപ്പുള്ളൂ. ആ വസിയത്ത് കൊടുക്കുക, വസിയത്തേൽപ്പിക്കുക, ഓരോരുത്തരും മറന്നു പോകാതെ അതിന്റെ ഗൗരവത്തോടെ അതിനെ തിരിച്ചറിഞ്ഞ് ഉൾക്കൊള്ളാൻ തയ്യാറാവുക. അത്തരത്തിലുള്ള യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കൂട്ടിയിട്ടുള്ള സകല തെറ്റുകുറ്റങ്ങളും പുറത്ത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹു നമ്മൾ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ. അള്ളാഹുവെ, മക്കളില്ലായ്മയിൽ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം കൊടുത്തവരോട് നീ കാരുണ്യം കാണിക്കണമേ. കുടുംബ പ്രശ്നങ്ങളെ കൊണ്ടും ഒരുപാട് സങ്കടങ്ങളെ കൊണ്ടും ദുരിതപ്പെടുന്ന ആളുകളുണ്ട് നാഥ. അവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ എളുപ്പത്തിൽ നീ അവർക്ക് ലഘൂകരിച്ച് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുവേ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് നൽകിയവരുണ്ട്, വസിയത്ത് കൊടുത്തവരുണ്ട്. എല്ലാവരുടെയും എല്ലാ സദുദ്ദേശങ്ങളും പൂർത്തീകരിക്കാനുള്ള റഹ്മത്തും ബർക്കത്തും അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണമേ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.